الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബഹുമാനപ്പെട്ട പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട തിരുദൂതർ എന്ന പുസ്തകത്തിൻ്റെ 2ാം ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ക്ലാസ്. ആ പുസ്തകത്തിൻ്റെ തുടക്ക ഭാഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ 2ാം ഭാഗമാണ്. എന്താണ് ജീവിതത്തിൻ്റെ, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്നതാണ് അതിൻ്റെ 11ാമത്തെ പേജിൽ തിരുദൂതർ നിറവ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് വളരെ അടിസ്ഥാനപരമായ ഒരു ചിന്ത നമ്മളിലൊക്കെ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. പഴയ കാലത്തെ ആളുകൾക്കൊക്കെ ഇതേക്കുറിച്ച് വ്യക്തമായ ചിന്തകളുണ്ടായിരുന്നു, വ്യക്തമായ ധാരണകളും ഉണ്ടായിരുന്നു. പക്ഷെ കാലം മാറിയപ്പോൾ നമ്മൾ ഈ അടിസ്ഥാന ലക്ഷ്യം നമ്മുടെയൊക്കെ കൽബിൽ നിന്ന് വിട്ടുപോയി. അതൊക്കെ പറഞ്ഞു തരുന്ന സൂഫികളായ സ്വാലിഹ്യങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്നു. അവർ മെല്ലെ മെല്ലെ കൺമറയത്ത് പോവുകയും ചെയ്തു. അവരൊക്കെ മറഞ്ഞുപോയി. അപ്പോൾ മനുഷ്യന് ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വളരെ വേദനാജനകമായ അവസ്ഥയാണ് ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ. എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അത് കണ്ടെത്തണം. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് 40-ന് ശേഷമുള്ള നബിയെയാണ് തിരുദൂതർ 1ാം ഭാഗം പരിചയപ്പെടുത്തിയതെങ്കിൽ 40-ന് മുമ്പുള്ള നബിയാണ് ഇതിൻ്റെ 2ാം ഭാഗം പരിചയപ്പെടുത്തുന്നത്. 40-ന് മുമ്പുള്ള ഹബീബായ മുഹമ്മദ് മുസ്തഫ, അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ വരുന്നതിന് മുമ്പുള്ള ഒരു നബിയുണ്ട്. പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ, ഒരു വഴികാട്ടില്ലാതെ, ഉമ്മ ഇല്ലാതെ, ബാപ്പയില്ലാതെ, വല്യാപ്പയെ തന്നെ ഇല്ലാതെ ഗർഭത്തിലിരിക്കുമ്പോൾ അതായത് 40 വയസ്സും 6 മാസവും ചില്ലറ ദിവസങ്ങളും കഴിയുമ്പോൾ സയ്യിദുനാ ജിബ്രീൽ മുസ്തഫ നബിയുടെ അരികിൽ വരികയാണ്. ആ സമയത്ത് നമ്മൾ നബിയെ കാണുന്നത്, നമ്മൾ അതിനു മുമ്പ് ലോകത്തിന് മക്കക്കാർക്ക് നബിയെ പരിചയമുണ്ട്. നമുക്ക് ലോകത്തിന് നബിയെ പരിചയപ്പെടുന്നത് നബി ഇറാഖുവിലിരിക്കുമ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഏകദേശ സംസാരങ്ങളൊക്കെ അവിടുന്ന് തുടങ്ങലും, പിന്നെ നമ്മൾ നബി ജനിച്ച സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളും പറയും. അത് പൊതുവെ നമ്മൾ നബിയെ പരിചയപ്പെടുത്തുന്നിടത്ത് നമ്മൾ നബിയുടെ ബാപ്പൻ അബ്ദുള്ള എന്നവരാണ്, ഉമ്മ ആമിന എന്നവരാണ്, വല്ലിപ്പ അബ്ദുൽ മുത്തലിബാണ് എന്ന് പറയും, ഖുറൈശി കുടുംബമാണ്, ഹാഷിം കുലമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ്, ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ആവറേജായി. പിന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളും പറഞ്ഞാൽ പിന്നെ നമ്മൾ നബിയെ പറ്റി ഒന്നും പറയില്ല.
പിന്നെ നമ്മൾ നബിയെ ആടുമേക്കാൻ പോയിരുന്നു എന്നൊക്കെ ഒരു പൊതു വർത്താനം പറയും. പിന്നെ ഖദീജ ബീവി കെട്ടിയ പറയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25-ാമത്തെ വയസ്സിൽ ഖദീജ ബീവിയുടെ കച്ചവടത്തിന് പോയ കാര്യം പറയും. അതിൽ അങ്ങനെ മൈസറ വന്ന് ഖദീജ ബീവിയുടെ അത്ഭുതങ്ങൾ പറഞ്ഞു. ഖദീജ ബീവിക്ക് റസൂലുള്ളാഹിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായി, ഇങ്ങനെ പറയും. 25-ന് പിന്നെ നേരെ നമ്മൾ 40-ലേക്ക് അടിച്ചാട്ടും. കാരണം അതിൻ്റെ ആയിട്ട് ഒന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ നബിയെ കാണുക, നബി ഇറാഖുവയിലിരിക്കുന്നതാണ്. അതാണ് എല്ലാ വഅളുകളും. അതാണ് പിന്നെ നമ്മൾ നുബുവത്ത് കിട്ടി, ജിബ്രീൽ വന്നു അലൈഹിസ്സലാം. പിന്നെ 63-ാമത്തെ വയസ്സിൽ വഫാത്തായപ്പോഴത്തേന് ഖുർആൻ പൂർത്തീകരിച്ചു കൊടുത്തു അല്ലാഹു തആല. മക്ക ഇസ്ലാമിയത്തിനായി. അങ്ങനെയൊക്കെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. പിന്നെ അതിലൊരു പ്രത്യേകം പറയാനില്ല. എന്തുകൊണ്ട്? നുബുവത്ത് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് എന്താണ്, ആൾക്ക് സദാസമയവും ആരുണ്ട്? വഹയുണ്ട്. വളരെ കൃത്യമായ ഡയറക്ഷനാണ് ഇയാൾക്ക്. മനസ്സിലായില്ല? നുബുവത്തിന് മുമ്പ് ഇതിൻ്റെ ശേഷം ഈ മനുഷ്യന് കൃത്യമായ ഡയറക്ഷനാണ്. എന്തിന്? ഒരു ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തതിൻ്റെ പേരിൽ പോലും ആയത്തിറങ്ങിയിട്ടുണ്ട്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ ഇൻഷാ അല്ലാഹ്. മനസ്സിലുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? അതായത് വളരെ കൃത്യമായ നുബുവത്തിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ഇല്ല, സൃഷ്ടികൾക്കൊന്നും കൂട്ടാനതിൽ ആവശ്യമില്ല. കാരണം വളരെ വളരെ ഡിവൈൻ ഡയറക്ഷനാണ്, ദൈവികമായ ഡയറക്ഷൻ ഹബീബായ റസൂലുള്ളാഹിക്കുള്ളതാണ്. സദാസമയം വരാനുള്ള തയ്യാറെടുപ്പിലുണ്ട്. ആര്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ആ മനുഷ്യന് എന്ത് പ്രയാസമുള്ളത്? പക്ഷെ അതിനൊക്കെ അതിൻ്റെ പിന്നുള്ള 23 വയസ്സിൻ്റെ ഏകദേശം 2 ഇരട്ടിയോളം വരുന്ന ഒരു സമയം നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ നബിയാണ് തിരുദൂതർ നിറവ് എന്ന പുസ്തകം ചർച്ച ചെയ്യുന്നത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ മർമ്മം. നിർബന്ധം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. റസൂലുള്ളാഹി നമ്മൾ അതിനു മുമ്പുള്ള നബിയെ നമ്മൾ കണ്ടെത്തുകയാണ് ഈ പുസ്തകത്തിലൂടെ. ഭയങ്കര പ്രയാസകരമാണ് ഈ പുസ്തകം. എന്തുകൊണ്ടെന്നെങ്കിൽ അത്തരം വിഷയങ്ങൾ ചരിത്രത്തിൽ ലഭ്യമല്ല. പിന്നെ പൊതുവെ അറബികൾക്ക് ചരിത്രം എഴുതി വെക്കുന്ന സ്വഭാവവുമില്ല. പൊതുവെ അറബികൾക്ക് ചരിത്രം എഴുതി വെക്കുന്ന സ്വഭാവമില്ല, പൊതുവേ ഇല്ല, അറബികൾക്കില്ല. അറബികൾ ആദ്യമായി ചരിത്രരചന നടത്തുന്നതിന് നബിയോടുകൂടിയാണ്. ചരിത്രരചന വായ്പാട്ട് ഇങ്ങനെ പറയും, അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും. ഗോത്രങ്ങൾ, കുലങ്ങൾ, കുലങ്ങൾ അതിനെപ്പറ്റിയൊക്കെ അറബികൾക്ക് വിവരം ഉണ്ടാവും. പക്ഷെ അത് വായ്പാട്ട് പാടാന്നല്ല, ചരിത്രം കൃത്യമായി തദ്വീൻ ചെയ്ത് എഴുതി വെക്കുന്നൊരു സമ്പ്രദായം അറബികൾക്കില്ല. അതാണ് സത്യത്തിൽ ആയിഷ ബിയുടെ വിവാഹപ്രായ കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അത് കൃത്യമായും ഈ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി, വളരെ കൃത്യമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ ബീവിക്ക് ഒരിക്കലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ആയിഷ ബീവിക്ക് 18-ന് മുകളിലല്ലാതെ പ്രായം ഉണ്ടാവില്ല. 18 അഭിപ്രായപ്പെട്ടവരുണ്ട്, 19 ഉണ്ട്, 20 ഉണ്ട്, 21, 22, 23, 24 അങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ട ചരിത്ര പണ്ഡിതന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ 9-ാം വയസ്സോ അത് അറബികൾക്ക് വന്ന അബദ്ധമാണ്. അല്ലെങ്കിൽ 19-ലെ 1 പോയതായിരിക്കാം. 19-ലെ 1 വെട്ടിപ്പോയി, അങ്ങനെ ആയിരിക്കാം. 19 എന്ന് പറഞ്ഞിടത്ത് ചിലപ്പോൾ വേണമെങ്കിൽ 19 പോയിട്ടുണ്ടാവാം, അങ്ങനെ വരാം. അല്ലാതെ ഒരിക്കലും ആയിഷ ബീവിക്ക് 9 വയസ്സല്ല, ഒരു ന്യായവും അങ്ങനെ വരാനില്ല. അത് വളരെ വ്യക്തമായി ഈ പുസ്തകം ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ
പിന്നെ എൻ്റെ 9-ാം വയസ്സിലുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇതൊന്നും നമുക്കുള്ള മറുപടിയല്ല. അങ്ങനെ ഒരാൾ കല്യാണം കഴിച്ചില്ലേ, ഇങ്ങനെ മറ്റേ ആൾ കല്യാണം കഴിച്ചില്ലേ, അമേരിക്കയിൽ കഴിച്ചിട്ടില്ലേ, ലണ്ടനിൽ കഴിച്ചിട്ടില്ലേ, ഇതൊന്നും മുസ്ലിങ്ങൾക്ക് മറുപടിയല്ല. മുസ്ലിങ്ങൾക്ക് വളരെ പോസിറ്റീവായി അവരുടെ നബി എത്രാമത്തെ വയസ്സിലാണ് ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത് എന്നതിന് കൃത്യമായി മുസ്ലിങ്ങളാണ് ചരിത്രം കണ്ടെത്തേണ്ടത്. അല്ലാതെ എന്തല്ല മറ്റേ ആൾ അങ്ങനെ 9-ാം വയസ്സുള്ള കുട്ടിയെ കഴിച്ചിട്ടില്ല, അതൊന്നും മുസ്ലിങ്ങൾക്ക് ന്യായമാവില്ല. കാരണം സമൂഹത്തിൽ പലയിടത്തും ന്യായങ്ങളും അന്യായങ്ങളും നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ന്യായങ്ങളെ സമൂഹത്തിന് പ്രസൻറ്റ് ചെയ്യേണ്ട ജനതയാണല്ലോ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അപ്പോൾ അതിലൊക്കെ വളരെ കൃത്യമായ ഒരു പഠനം ഈ പുസ്തകത്തിലുണ്ട്. വളരെ കൃത്യമായ പഠനം, വളരെ 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 കൃത്യമായ പഠനം തന്നെയാണ്. അത് കാരണം എല്ലാ ബീവിമാരുടെയും വയസ്സ്, പ്രായം ഇതും കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ ബീവി മാത്രമല്ല, ഒരു ആയിഷ ബീവിയാണ് സത്യത്തിൽ എവിടെയും എന്ത് ചർച്ച. അപ്പോൾ ആയിഷ ബീവിയെ മാത്രമല്ല അങ്ങനെ കൊണ്ടുവരേണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഖദീജ ബീവി മുതൽ എല്ലാവരുടെയും പ്രായങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. എല്ലാം എത്രത്തോളം മുഖൗഖിസ് രാജാവ് പുണ്യ റസൂലിന് അയച്ചു കൊടുത്ത മേരി എന്ന പെണ്ണ് മദീനയിൽ വന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച് അംഗീകരിച്ച് മുസ്ലിമത്തായ ആ പെണ്ണിനെ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത് സ്വതന്ത്രയാക്കി വിവാഹം ചെയ്ത് ഹബീബ റസൂലുള്ളാഹിയുടെ ഭാര്യ പദവി നൽകിയിട്ടുണ്ട്. അവരുടെ പ്രായമടക്കം വളരെ വ്യക്തമായി പുസ്തകത്തിലുണ്ട്, എല്ലാം ഉണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കുട്ടിക്കാലം മുതലേ എൻ്റെ ഒരു ആഗ്രഹവുമാണത്. എൻ്റെ കുട്ടിക്കാലം മുതലേ എൻ്റെ ആഗ്രഹമാണ് ആയിഷ ബീവിയുടെ വയസ്സ് കൃത്യമാക്കണമല്ലോ എന്ന് ഞാനൊരു 30 വർഷമെങ്കിലും ആലോചിച്ച് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അവസാനത്തെ പാർട്ടാണ് ഈ പുസ്തകം. ഒരു 30 വർഷമെങ്കിലും എൻ്റെ ജീവിതത്തിലൊരു 30 വർഷമെങ്കിലും ഞാൻ ഈ വിഷയത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ മുമ്പുണ്ടാവും. 30 വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. 30 വർഷം ആയിഷ ബീവിയുടെ പ്രായം ക്ലിയർ ചെയ്യണമല്ലോ, ആ വിഷയത്തിൽ പഠനം നടത്തേണ്ടതുണ്ടല്ലോ എന്ന്. അപ്പോൾ അല്ലാഹു തആല വലിയ തൗഫീഖ് തന്നു. ഈ പുസ്തകം അതിൻ്റെ ലളിതമായി, ഇനി അതിനേക്കാളും പറയുകയാണെങ്കിൽ അതിനും പറയാൻ കഴിയാനിട്ടല്ല. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ ബ്രീഫായി കാര്യങ്ങളെ ലഘൂകരിച്ച് എന്നാൽ സമർത്ഥിച്ച ഒരു ഗ്രന്ഥമാണ്. വളരെ യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞതൊക്കെ ആ തിരുദൂതർ നിയോഗമാണെങ്കിലും വളരെ കൃത്യമായ പുസ്തകം, വളരെ കൃത്യം, വളരെ 100%. ആ പുസ്തകം ആര് വായിച്ചില്ലെങ്കിലും അവർക്ക് നഷ്ടമാണ്. തിരുദൂതർ നിയോഗം എന്ന പുസ്തകം ഒരാൾ വായിച്ചില്ലെങ്കിൽ അയാൾക്ക് നഷ്ടം തന്നെയാണ്. ചെറിയ നഷ്ടമല്ല, വലിയ നഷ്ടമാണ്. ഈ ലോകത്ത് അങ്ങനെ ഒരു പുസ്തകം ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. ഈ ലോകത്ത് നിലവിൽ ഇന്ന് വരെ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. തിരുദൂതർ നിയോഗം പോലെ പുസ്തകമില്ല. ഞാൻ തിരുദൂതർ നിറവിനെ പോലെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ചിലപ്പോൾ സൂഫികളൊക്കെ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടാകാം. പക്ഷെ നിയോഗം പോലത്തെ ഒരു പുസ്തകം ലോകത്ത് ഇറങ്ങിയിട്ടേ ഇല്ല. മാനവ ചരിത്രത്തിൽ തിരുദൂതർ നിയോഗം പോലത്തെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. മാനവ ചരിത്രത്തിൽ ഇന്ന് വരെയില്ല. മനുഷ്യൻ എത്രായിരം കൊല്ലം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും തിരുദൂതർ നിയോഗം പോലത്തെ ഒരു പുസ്തകം ഈ ഭൂമിക്ക് മുകളിൽ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ അത്രയും പഠനം നടത്തിയത് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിന് സമാനമായ പുസ്തകം ലോകത്തില്ല. അപ്പം അത് അത്രയും നല്ല അതിമനോഹരമായ ശൈലിയിൽ അത് അറബിയിലേക്കും ഇംഗ്ലീഷിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. ലോകം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പം തിരുത്തി ലോകം മുന്നോട്ട് വരണം. ലോകം തെറ്റിദ്ധരുത്തിയിട്ട് മുന്നോട്ട് വരണം. അത് നമ്മളൊരു കടമയാണ്. ലോകത്തിൻ്റെ തെറ്റിദ്ധരുത്തണം. ക്ലിയറായോ? നമ്മൾ ചിന്തിക്കണം. വളരെ ഗൗരവമായ വിഷയങ്ങളാണ് ഈ പറയണതൊക്കെ. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. അതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കണം, വസ്തുതകളെ മനസ്സിലാക്കുക. അപ്പോൾ നിറവ് എന്ന പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, അത് സൂഫി ലൈനിലുള്ള പുസ്തകമാണ്. സൂഫികൾ ആഴത്തിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുസ്തകം ലോകത്തില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതേ ഈ ചിന്തകൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും അല്ല ഞാൻ അവലംബിച്ചിട്ടുള്ളത്.
ഞാൻ അവലംബിച്ചത് ചില സൂഫികളുടെയും വാക്കുകൾ അവലംബിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് 40 മുമ്പുള്ള നബിയെ കണ്ടെത്തുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സിലുള്ള നബി. നമ്മൾ എന്തിനാ മനുഷ്യൻ ഹിറാ ഗുഹയിലെത്തി? ജിബ്രീൽ വരുമെന്ന് വിചാരിച്ചിട്ടോ? അങ്ങനെ അല്ലല്ലോ. ജിബ്രീൽ ഇത്ര ഡേറ്റിന് വരും എന്നൊരു വിവരം നബിക്കില്ലല്ലോ. ജിബ്രീൽ വരുമെന്നും ഇല്ലല്ലോ. ജിബ്രീൽ വരും തൻ്റെ അടുത്തേക്ക് എന്താ അറിവാളുള്ളത് റസൂലുള്ളാഹിക്ക്? പിന്നെ എന്തിനാണ് അവിടെ പോയത്? അപ്പം നബി പലയിടത്തും പോയിട്ടുണ്ടാവും. അലയായിരിക്കും. എന്തിനാണ്? അതാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. അതാണ് പർപ്പസ് ഓഫ് യുവർ ലൈഫ്. അതാണത്. നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് അതാണത്. ഇന്നിപ്പോൾ നമുക്കതില്ല. എന്താണ് വാട്ട് ഈസ് ഒറിജിൻ ഓഫ് യുവർ ലൈഫ്? എന്താണ് നിങ്ങൾ അടിസ്ഥാന തന്തു? എന്തിനാ നിങ്ങൾ ജീവിക്കണത്? ഇപ്പം മന്ദം കോലിട്ട് പാലിൽ കടയുക എന്നതൊരു കർമ്മമാണ്. പക്ഷെ ലക്ഷ്യതല്ല. പാല് പഴയ കാലത്ത് പാല് വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പശുക്കളുണ്ടായിരുന്നു. നിങ്ങളെ വീടുകളിലും ഉണ്ടായിട്ടുണ്ടാവാം. ഞാനതൊക്കെ വല്യമ്മ ചെയ്യണ ഇങ്ങനെ കണ്ട ആളാണ്, കണ്ടു പഠിച്ച ആളാണ്. അപ്പോൾ ഒരു കുടുക്ക, എന്താ പറയുക, മൺകലം. ഈ മൺകലത്തിൽ കൊണ്ടുവന്ന് പാലൊഴിക്കും. ആ പാലൊഴിച്ചതിന് ശേഷം മന്ദംകോലുണ്ട്. മന്ദംകോല് പറഞ്ഞാൽ അടിഭാഗത്ത് നല്ല കനമുള്ള ഇങ്ങനെ പല പല്ലുകളുള്ള, ഓർമ്മല്ലേ ആ കോല്? ഇതിലേക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കനം അങ്ങനെ കൂർത്ത് വരും. അടിഭാഗത്ത് നല്ല കട്ടിയുണ്ടാവും. എന്നിട്ട് ഇത് പാലിലേക്ക് ഇറക്കിയിട്ടിട്ട് വല്യമ്മ എന്ത് ചെയ്യും? അങ്ങനെ. ഇതൊരു കർമ്മമാണ്. ആ കർമ്മമാണ് നിസ്കാരം. മന്ദം കൊലിട്ട് കടയാണ്. ആ കർമ്മമാണ് നോമ്പ്. ആ കർമ്മമാണ് സക്കാത്ത്. ആ കർമ്മമാണ് ഹജ്ജ്. കുറേ നേരം കടഞ്ഞിട്ട് ഓന് പിന്നെ കോലോട്ട് അവിടെ നിന്ന് എണീറ്റു പോയാൽ ഓന് പുറത്ത് പൊട്ടും. പിന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. സാധാപം കൊണ്ടാണ് പറയുന്നത്, അങ്ങനെ പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കണം, കൃത്യമായി മനസ്സിലാക്കണം. ഞാനൊരു കാര്യം 100 വട്ടം ആലോചിക്കാതെ ഒരു കാര്യം പറയരുത്. 1, 2 തെറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ അന്ന് മാപ്പ് പറയും. തെറ്റിപ്പോയതാണ് അന്ന് പറയും. പിറ്റേന്ന് കൊക്കൂല, അത് തെറ്റിപ്പോയി. വലിയ പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട്? നമുക്ക് നമ്മുടേതായൊരു അഭിമാനമല്ല, നമ്മളെ റബ്ബിൻ്റെതാണ് നമ്മളെ അഭിമാനം. നമ്മളെ ദീനിൻ്റെ യഥാർത്ഥം നമുക്കും ലോകത്തിനും അറിയാമെന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഒരു കാര്യത്തെ നമ്മൾ കണ്ടെത്തുക. അപ്പം നമ്മൾ 100 വട്ടം ആലോചിക്കാതെ പറയില്ല. അപ്പം ഞാൻ ഈ മിനിഞ്ഞാന്നത്തിൽ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഐനുൽ ഹഖാണ്. പക്ഷെ എൻ്റെ വേദന എന്താ മനുഷ്യനൊന്നും മനസ്സിലാകാത്തതെന്നുള്ളതാണ്. കാരണം ഏറ്റവും സുഖമുള്ള യുദ്ധം ബദർ യുദ്ധം. ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന പേരിൽ ആണ്ട് നടത്തപ്പെടേണ്ടവരല്ല ബദരീങ്ങൾ. കാരണം സുഖമുള്ള യുദ്ധമാണത്. ബദരീങ്ങളെ ആണ്ട് നടത്തുന്നത് അവർ ബദർ എന്ന യുദ്ധത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിയിരുന്നു എന്നതുകൊണ്ടല്ല. അത് നമുക്ക് മനസ്സിലാക്കുന്ന തെറ്റാണ്. 100% തെറ്റാണ്. ഒരു യുദ്ധം എന്ന നിലയിൽ ബദർ യുദ്ധം ഒന്നുമല്ല. എന്തുകൊണ്ട്? അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5000 മലക്കുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആ യുദ്ധക്കളത്തിൽ 5000 മലക്കുകൾ, 5000 മലക്കുകൾ ആ യുദ്ധക്കളത്തിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട്. 5000 മഅ ജിബ്രീല അൽഫാനി.
വമഅ മീകായില അൽഫുൻ വമഅ ഇസ്രാഫീല അൽഫുൻ വമഅ മലക്കിൽ മൗതി അൽഫുൻ മഅ ജിബ്രീല അൽഫാനി. ബഹുമാനപ്പെട്ട ഫി റിയാദ് തഫ്സീർ എന്നാണ് ഞാൻ വായിച്ചത്. മഅ ജിബ്രീല അൽഫാനി വമഅ മീകായില അൽഫുൻ. മീകായിലിന് 1000 മലക്ക്, ജിബ്രീലിന് 2000 അലൈഹിസ്സലാം. മീകായിലിൻ്റെ കൂടെ 1000, ഇസ്രാഫീലിൻ്റെ കൂടെ 1000 അലൈഹിം സ്വലാത്തു വസ്സലാം. പിന്നെ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒപ്പം 1000. അപ്പം എത്രയായി? 2000, 1000, 1000, 1000. ഇപ്പം എത്രയായി? 5000 മലക്കാർക്കുള്ളത്. ഇത് പറഞ്ഞിട്ട് അവിടെ ഇബ്നു അജീബ തങ്ങൾ ബഹറുൽ മദീദിൽ ചോദിക്കുന്നത് ഫഇൻ ഖുൽത യക്ഫി മലക്കുൻ വാഹിദുൻ ലിനസ്റതി ഹൗലായി. ഇവരെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു മലക്കിനെ പോലെ എന്തിനാ 5000 ഇറക്കിയത്? കാരണം ഒരു മലക്കിൻ്റെ കയ്യിൽ കൊള്ളാത്ത ഒരു ഖുറൈശികളില്ല. ഖുറൈശികൾ 10000 ആണെങ്കിൽ പോലും ആര് മതി? ഒറ്റ ആൾക്ക്. അതിലൊരാളില്ലേ ജിബ്രീൽ. 4 വിശാലമായ വലിയ പട്ടണങ്ങൾ മുഴുവനും നശിപ്പിച്ചത് അലാ റീശിൻ മിൻ ജനാഹിഹി. ആ ജിബ്രീലിൻ്റെ 600 ചിറകുകളിൽപ്പെട്ട ഒരു ചിറകിൻ്റെ അഗ്രഭാഗത്തുള്ള തൂവൽ കൊണ്ടാണ് എന്ത് ചെയ്തത്? 4 പട്ടണങ്ങൾ ഒന്നടങ്കം സദൂമി കാലഘട്ടത്തിൽ തകർക്കപ്പെട്ടത്. അത്രയൊന്നുമല്ലല്ലോ ഖുറൈശികൾ. എന്തിനാ 2000 മലക്കും കൊണ്ട് ജിബ്രീൽ വരുന്നത്? ആരെണ്ണം മതി? ആ ഖുറൈശികളെല്ലാവരും നിൽക്കുന്ന ഭാഗത്ത് ജിബ്രീലിൻ്റെ അലൈഹിസ്സലാം ആ ചെറിയ ചിറകൊന്നെടുത്ത് ഇങ്ങനെ ഇട്ടാൽ പാതാളത്തിൽ നിന്ന് പിന്നെ ഭൂമി കയറില്ല. അതെന്തിനാ? അത് ഇക്റാമ ബിൻ നബിയിൽ മുസ്തഫ സുൽത്താനെ ബഹുമാനിക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്, അങ്ങനെയാണ് ബദറിലോല് കഷ്ടപ്പെട്ടു. ബദർ കഷ്ടമില്ലാത്തൊരു യുദ്ധം നടന്നത് ബദറാണ്. ഉഹദിൽ കഷ്ടമുണ്ട്, ഒക്കെ കഷ്ടമുണ്ട്. ബദർ കഷ്ടമല്ല. എന്തുകൊണ്ട്? അനിബ്നു അബ്ബാസിൻ ഖാല ലം തുഖാതിലിൽ മലായികതു ഇല്ലാ യൗമ ബദരിൻ. ബദർ ദിവസമല്ലാതെ മലക്കുകൾ ഭൂമിയിലിറങ്ങി യുദ്ധം തന്നെ ചെയ്തിട്ടില്ല. അനിബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു. അപ്പം ബദറിൽ അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? സ്വഹാബികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒപ്പം യുദ്ധം ചെയ്തു. അമ്മ ബഖിയത്തുൽ ഖസ്വാത്തി. അപ്പം മറ്റുള്ള യുദ്ധങ്ങളോ, ആ മറ്റുള്ള ഖസ്വാത്തുകളിലൊക്കെ അവരെന്താണ്? അവർ വഹും യഹ്ളുറൂന, അവർ വന്നു വയഷ്ഹദൂനന, ഞങ്ങളങ്ങനെ നോക്കിക്കും, യുദ്ധത്തിനിറങ്ങൂല. ആകെ അവർ യുദ്ധത്തിനിറങ്ങിയത് എന്നാണ്? ബദറിൽ മാത്രം. ലം തുഖാതിലിൽ മലായികതു ഇല്ലാ യൗമ ബദരിൻ. അപ്പൊ ഇവര് എത്രയായിപ്പോ? 5300 ചില്ലാനം. ആര്? ബദരീങ്ങൾ. മറ്റൊരു പാവം എന്നറിയണമെങ്കിൽ പറയേണ്ട കാര്യമാണ്. പാവം 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 അബൂജഹൽ. എത്രയേ ഉള്ളൂ എന്നിപ്പം? 1000. ഓനെന്നെ വന്നിട്ട് കുടുങ്ങി. അന്നത് മനസ്സിലാക്കുക ചെയ്തു. അപ്പം കാറ്റുപോയി. കാരണം എന്തുകൊണ്ട്? അവൻ്റെ അപ്പം നിൽക്കുന്ന സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ കോലത്തിൽ രൂപപ്പെട്ടു വന്ന ഇബ്ലീസ് എന്ത് പറഞ്ഞു? ഇന്നി ബരിയും മിൻകും, നമ്മൾ ഇടപാട് ഇപ്പം നിർത്തി. ഇന്നി അറ മാല തറവുന, നിങ്ങൾ കാണാത്ത പലതും ഞാനിവിടെ കാണുന്നുണ്ട്. അബൂജഹലെ പിടുത്തം വിട്ട് കയ്യിൽ പോയി. ഇത് മറ്റൊരിറങ്ങി. നമ്മളെ പണ്ടത്തെ ആളുകള് ഒരെന്നെ കണ്ടവിട്ടും എന്നെ കഷ്ണാക്കിട്ട് ഒരു പോലുകാരൻ ഞങ്ങള് പണ്ട് പിരിഞ്ഞതാണ്. അതിനെപ്പിക്ക് സുജൂദി എത്ത കാലത്ത് അന്ന് ഞങ്ങൾ പിരിഞ്ഞതാ. ഓല് ഇന്നെ വിട്ടാണെങ്കിൽ നിങ്ങളെന്നോ ആവശ്യം ഉണ്ടാവില്ല. ഇന്നെ വെട്ടി കഷ്ണാക്കിട്ടേ ഒരു. അതുകൊണ്ട് ഇന്നി അറ മാല തെറൂന, വലിയ തലയെക്കെട്ട് ബാലിട്ട തലയെക്കെട്ട് ഇറങ്ങണത്. ഇന്നി അറ, തീർച്ചയായും ഞാൻ കാണുന്നുണ്ട്. മാല തെറൂന, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുള്ള, അള്ളാന്റെ ആളുകളാണ് ഇറങ്ങണേ, എനിക്ക് പേടിയാണ്. ആര് പറഞ്ഞു? ഇബ്ലീസ് പറഞ്ഞു. ഒരു റിവായത്തിൽ ഇബ്ലീസ് പോയി ചെങ്കടലിൽ ചാടിന, പാഞ്ഞിട്ട് പേടിച്ച് പാഞ്ഞ്. അപ്പൊ ഈ പേടി ആർക്കും ഉണ്ടായി? അബൂജഹൽ പിന്നെ അവിടുന്ന് പോയാൻ പറ്റില്ലല്ലോ. പിന്നെ
കഴിഞ്ഞല്ലോ. പിന്നെ പേടിച്ചരണ്ടിട്ട് കയ്യാണ്, കഥ കഴിഞ്ഞു. ഇതൊക്കെ നടക്കണ ഒരു യുദ്ധം ഏതേ ഉള്ളൂ. ഇത് സുഖമുള്ള യുദ്ധമാണത്. കഷ്ടപ്പെട്ട യോദ്ധാക്കളുടെ ആണ്ട് കഴിക്കുകയാണെങ്കിൽ കഴിക്കേണ്ടത് വഹദീങ്ങളതാണ്, ആരതല്ല. അപ്പോൾ പിന്നെ ആണ്ട് നടത്തേണ്ടത് ബദരീങ്ങളായത് എന്തുകൊണ്ട് അത് കണ്ടെത്തണം. അതിനർത്ഥം ബദരീങ്ങൾ ആണ്ട് കഴിക്കേണ്ടതല്ല. ബദരീങ്ങൾ ആണ്ട് എന്തിന് കഴിക്കണു, മന്ദം കോലിട്ട് എന്തിന് തിരിക്കണു എന്നറിയണം. അല്ല കുറെ നേരം മന്ദം കോലിട്ട് തിരിച്ച് പോവുകയല്ല. ഈ ജാതി ജഹലത്തിന് പറഞ്ഞു കൊടുത്തൊരു കാര്യമല്ല. വലിയ വലിയ മൂല്യന്മാരാണ് എഴുതി വിടുന്നത്. അതായത് രസം. വലിയ വലിയ മൂല്യന്മാർ അലിഫൻ്റെ മൂടെന്തെന്നറിയില്ല, എന്താണ് ദീനെന്നറിയില്ല. അതിൻ്റെ കുറ്റല്ല, അള്ളാഹുവിற்கு തൗഫീഖ് കൊടുത്തില്ല. കാരണം അവരെ തലയിൽ ദുനിയാവിൻ്റെ മലീമസമായ സാധനങ്ങൾ നിറഞ്ഞുപോയി. ഇങ്ങൾക്ക് തൗഫീഖ് ഉണ്ടാവില്ല. ചിന്തിക്കണം. ബദരീങ്ങൾ ആണ്ട് കഴിക്കേണ്ടതല്ല, എന്തിന് ആണ്ട് കഴിക്കണം. യോദ്ധാക്കൾ എന്ന നിലയിൽ അവർ കഷ്ടപ്പെട്ട ആളുകൾ അല്ല. അവരുടെ പ്രശ്നം, അവരുടെ മാറ്റം അവർ പുറപ്പെട്ടതാണ്. അവർ പുറപ്പെട്ടപ്പോൾ ആർക്ക് വേണ്ടി പുറപ്പെട്ടു? അള്ളാഹുവിനും റസൂലിനും വേണ്ടി പുറപ്പെട്ടു. ഈ റസൂലിനെ സംരക്ഷിക്കാതെ ഞങ്ങൾ ജീവൻ പോലും സംരക്ഷിക്കും എന്ന് കരുതി വന്നു. ഞങ്ങളിൽ അവസാനത്തെ ആളുകൾ കൂടി മരിച്ചാലും അങ്ങ് രക്ഷപ്പെട്ടോളണമെന്ന് നബിയോട് പറഞ്ഞു. നിങ്ങൾ വാക്കുണ്ടാവണം, ഞങ്ങൾ മരിച്ച പ്രശ്നമല്ല, ഞങ്ങൾ മരിച്ചിട്ട് എന്ത്, ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ ഭൂമിക്ക് കാര്യം. അതുകൊണ്ട് ഞങ്ങളിൽ അവസാനത്തെ ആൾ നബി അവർ അരീശിലിരുത്തി ഒരു ചെറിയ പുൽക്കോട് പോലത്തെ ഒരു വീടുണ്ടാക്കി, ഒരു ചെറിയ സൗകര്യം ഉണ്ടാക്കി, അതിൽ നബി ഇരുത്തി. അങ്ങ് ഇറങ്ങരുത്, കാരണം ഇവർ വരുന്നത് ഞങ്ങളെ കൊല്ലാനല്ല, നിങ്ങളെയാണ്. ഈ ലോകത്തിന് ലാഭം കിട്ടണമെങ്കിൽ നിങ്ങളുണ്ടാവണം. നിങ്ങളാണ് മർമ്മം, നിങ്ങളെ കൊല്ലലാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ യുദ്ധക്കളത്തിൽ വരരുത്. ഞങ്ങളുടെ അവസാനത്തെ ആള് മരിച്ചാലും അങ്ങ് രക്ഷപ്പെടണം, അങ്ങ് ബാക്കിയുണ്ടാവണം. എന്തുകൊണ്ട് അങ്ങ് ബാക്കിയുണ്ടായാൽ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ മുന്നൂറ്റിച്ചില്ലാനും പോയാൽ ഒന്നും ലോകത്തിന് വരാനില്ല. ഞങ്ങളാര് ഇത് പറഞ്ഞ ആൺകുട്ടികളുടെ പേരിൽ ആണ്ട് കൈക്കില്ല. പിന്നെ ആർക്കടാ ആണ്ട് കൈക്കള്? ഇതാണല്ലോ മാത്രം, അല്ലാതെ എന്തല്ല യുദ്ധകളത്തിൽ പാഞ്ഞതല്ല. അത് അവിടെ ജിബിരിയിലും മീക്കായിലും 5000 മലക്കും. അന്തം വേണട ചങ്ങായിമാർ, അന്തം വേണം. വരെ ഉസ്താദുമാർക്ക് അന്തല്ലാത്തോണ്ട് അവർക്ക് അന്തല്ലാത്ത കക്കല കൊക്കല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ കിതാബ് നോക്കി അക്കല കൊക്കല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്തം പഠിച്ചു കൊടുക്കണം. വളരെ ചിന്തിക്കണം. ചിന്തിക്ക്. മനസ്സിലായില്ലേ? അവര് ഹബീബ നബിയോട് പുറപ്പെട്ടു വന്നു. ഹബീബ നബിയോട് ഒരു സൗകര്യവും ഇല്ല, ഒന്നുമില്ല. കുതിരയില്ല, ഒട്ടകയില്ല, ഒന്നുമില്ല, ആയുധങ്ങളില്ല. പിന്നെ അവരെന്തിനു പോവുക? മരിക്കാൻ പോവുക. ഹബീബ നബിയോടുകൂടെ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി വന്നതാ. പക്ഷെ അവസാന ഘട്ടത്തിൽ കച്ചവട സംഘം അപ്പോഴത്തേന് അപ്പുറത്തേക്ക് പോയി. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാനാണ് അവർ വരുന്നത്. ഞങ്ങളെ മുതൽ കിട്ടണം ഞങ്ങൾക്ക്, കാരണം ഞങ്ങളെ മുതൽ പിടിച്ചടക്കിയവരാണ്. അപ്പോൾ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ അത് പറയാൻ വന്നപ്പോഴത്തേന് കച്ചവട സംഘം അവിടുന്ന് മുന്നോട്ട് പോയി. അത് അള്ളാന്റെ ഹിക്മത്താണ്. ഈ വിവരം അറിഞ്ഞിട്ട് കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടും അഹങ്കാരം. അബൂജഹലിന് എന്താ ഉണ്ടായത്? ഉത്ബത്തിനും ശൈബത്തിനും അഹങ്കാരം. അവർക്കതിൽ വരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവരുടെ കച്ചവട സംഘം ബദ്റിന്റെ ഏരിയയിൽ നബി എത്തിയപ്പോഴത്തിന് എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട്. അവൻ നബിക്ക് മടങ്ങാവുന്നതേ ഉള്ളൂ. നബി മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് എന്തുണ്ടായത്? വിവരം കിട്ടുന്നത്. മറ്റൊരു ഖുറൈശികള് ഇതിന് എന്തിനാ ഇവർക്ക് ഇതിൽ ജസ ചോദിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു യുദ്ധത്തിന് വന്നവരല്ല, ഞങ്ങളെ മുതൽ തരണം കിട്ടുമെന്ന് പറയാൻ വന്നവരാണ്. പക്ഷെ അബൂജഹലിന് എന്തുണ്ട്? ഉത്ബത്തിനും ശൈബത്തിനും എന്തുണ്ട്? അഹങ്കാരം. അഹങ്കാരത്തിനുമേ അവസാനം ചത്ത് തീരണല്ലോ. മോന്റെ വിധി അങ്ങനെയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? വലിയ ഒരു
ആയിരത്തോളം ആളുകളും വലിയ കീപ്പിയും കോയൽവിളിയും എന്തൊക്കെ കൊണ്ടും കൂമ്പും കൊടക്ക ചക്കറും ഒക്കെ കൂട്ടി. എന്തായിരുന്നു പിന്നെ മോയൻകുട്ടി എടുത്തോക്കാം കയറി കേമക്കോടത് അതല്ലടാ. അവിടെ എവിടെയെങ്കിലുണ്ടോ? എവിടെയെങ്കിലുണ്ടോ? മോയൻകുട്ടി വൈദ്യരെ ബദർ പൈസ ഇതാ ബദറുൽ കുബ്ര മോയൻകുട്ടി വൈദ്യ ഒരു മുതല കേളട അബുജാഹിലെ കേളട കൊടിയ കേട കേളട ചടയാ മൂട കേളട തുടി തുടിക്കും ചകയ കടുകടുക്കും പകയ ജഹലേ കേളട. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഭയങ്കര മനുഷ്യൻ. 40 വയസ്സായപ്പോഴത്തേന് മരിച്ചിട്ടുണ്ട്. 40 വയസ്സായപ്പോഴത്തേന് മരിച്ചു. ഭയങ്കര എങ്ങനെയൊക്കെ അവർ വരണം വരവ്. വലിയ വരവ്. അവർ വലിയ കൂട്ടരായിട്ട് വരികയാണ്. പിന്നീട് ഒരിക്കൽ വിശദമായി പറഞ്ഞു. എനിക്ക് ഈ ബദറുൽ കുബ്ര ഒന്ന് പാടി അർത്ഥം വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എൻ്റെ മനസ്സിൽ. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് പഠിച്ചോനെ അതിമനോഹരമായാണ് ഇത് അവതരിപ്പിച്ചതിൽ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് മോയൻകുട്ടി വൈദ്യ. ചേറ്റുവ പരീക്കുട്ടിയുടെയാണ് ആദ്യത്തെ ബദർ പാട്ട്. ചേറ്റുവ പരീക്കുട്ടിയുടേതാണ്. പിന്നെ അബൂജഹലിൻ്റെ പിന്നെ ആര് വരുന്നത്? ബഹുമാനപ്പെട്ട മോയൻകുട്ടി വൈദ്യർ വരുന്നത്. ഏതായാലും വല്ലാത്തൊരു പാട്ടാണിത്. വല്ലാത്തൊരു പാട്ടാണ്. അബൂജഹൽ അവിടുന്ന് വരുന്ന ഒരു രംഗം പറയുന്നുണ്ട്. അബൂജഹൽ വരുന്ന ഒരു രംഗം ഒരു വൈദ്യർ പറയുന്ന രംഗമുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ ഞാൻ കാണിച്ചുതരാം. ചുരുക്കത്തിൽ അവർക്കിതിൽ വരേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവരെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതിനപ്പോൾ അവർ വന്നത് അവർക്ക് എന്താ വരാൻ കാരണം എന്താ? അഹങ്കാരം മൂത്തു. അപ്പോൾ അവർ സ്വഹാബികൾ എന്ത്? നമ്മളിനി തിരിച്ച് ഭീരുക്കളായി പോകാൻ പാടില്ല നബിയെ, ഞങ്ങൾ അവരെ എതിരിടാൻ തയ്യാറാണ്. അങ്ങ് യുദ്ധക്കളത്തിൽ വരരുത്, ഞങ്ങൾ മരിച്ചോട്ടെ, എന്നാലും വേണ്ടില്ല. ആ അഹങ്കാരത്തിന് ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. അവരെ വാളുകൊണ്ട് അവർ വെട്ടിയിട്ട് നമ്മളെ കൊന്നോട്ടെ, നമുക്ക് വിഷയമല്ല. എന്നാലും അവരങ്ങനെ അഹങ്കാരികളായി ഇവിടെ നിന്ന് പോകരുത്. എതിരിടാൻ കൊന്നോട്ടെ, ധീരന്മാർ മരിക്കും യുദ്ധക്കളത്തിൽ, അത് പ്രശ്നമില്ല. എന്നാലും അവർക്ക് ഇവിടെ എതിരിടാൻ ആളില്ല എന്ന് വിചാരിക്കരുത്. എങ്ങനെയുണ്ട്? അതാണ് അവരുടെ പ്രത്യേകത. അന്ന് രാവിലെ ബദറിൽ അവർ എണീറ്റെന്നുള്ള പ്രത്യേകത. അവരവിടെ നിന്നപ്പോൾ ആര് വന്നു? മലക്കൾ വന്നു. പിന്നെ അവർക്ക് പണിയില്ല. മനസ്സിലായില്ല? അവരെ പണി തയ്യാറാകലാണ്. അതാ പണി. അവരെ പണി തയ്യാറാകലാണ്. അതിന് അവർ തയ്യാറായി എന്നതുപോലെ വേറൊരു സംഗതിയില്ല. അത് വല്ലാത്തൊരു അത് അങ്ങനെ അത്
കെറിക്കേമക്കോടതൻ മുകളിൽ ഹേമപ്പിടിവാൾ ഹസ്തമിലണവായി കിരകിടമകുടത്തിരുമുടി നീർത്തി തലകടുവായേ ഇളബിലെ കിരഹിത ഫർസൈ സൈഫ് പരത്തി തിരു കേമക്കോടതൻ മുകളിൽ കുതിരപ്പുറത്ത് കയറി കുത്തിരുന്നു. ആര്? അപ്പോൾ ചില ഇറങ്ങാൻ മക്കത്ത് നിന്ന് ഇറങ്ങണ സംഭവമാണ് ആ പറയുന്നത്. അല്ലേ അപ്പം അല്ലേ ഹേമപ്പിടിവാൾ ഹസ്തമിലണവായി ആളൊക്കെ ഊരി പിടിച്ച് കിരീട മകുട തിരുമുടി നിർത്തി. ആ മകുട ഇതുണ്ടായി, എന്ത് മനസ്സിലായില്ല, ഒരു കുടുംബം ഉണ്ടായില്ല ആർക്ക്? അപ്പോൾ ചെയ്യുന്നു ആ കുടുംബമൊക്കെ നിർത്തി വെച്ച് ഇറങ്ങി അവനതിന് വരേണ്ട ആവശ്യമില്ല, ചാകാൻ പോവുക. അതായത് അത് ഭയങ്കര അതൊക്കെ അവതരിപ്പിക്കുള്ള ഒരു ഭംഗി എത്രയെന്നറിയും. ഭയങ്കര ഭംഗിയിലാണ് അല്ലാഹുതആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ നന്മയുള്ള മനുഷ്യൻ 40-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴത്തേന് 40-ലോ 41-ലോ ഇതിന് മരിച്ചിട്ടുണ്ട്. കേമക്കൊടതൻ മുകളിൽ ആ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ കയറി ഹേമപ്പിടിവാൾ ഹസ്തമിലണവായി വാളൊക്കെ ഇങ്ങനെ പിടിച്ച് പിന്നെ ഒരുങ്ങി പിന്നെ വന്നതാ. അതാ പറയാ. അപ്പൊ ഈ ഒരു അതായത് അഹങ്കാരത്തിൻ്റെ വരവാ വരുന്നത്. അല്ലാഹ് പിന്നീട് ഞങ്ങൾക്ക് എല്ലാം വിശദമായി എനിക്ക് 2 പാട്ടുകൾ വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏകദേശം ഒരു 10-40-50 ഇടയിൽ അത്ര തന്നെ. അപ്പം ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു അഹങ്കാരത്തിൻ്റെ വരവ് വരിക, അതിനുള്ള അടി അങ്ങോട്ട് കിട്ടി. അപ്പം ഇതിൽ അവർക്ക് വരേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എന്തുകൊണ്ട് അവര് കേമക്കോടതൻ മുകളിൽ ഹേമപ്പിടിവാൾ ഹസ്തമിലണവായി കിരീട മകുടത്തിരുമുടി നീർത്തി തല കുടവായേ ഇളപ്പിലെ കിരഹിത ഫർസൈ സൈഫ് പരത്തി തിരുളറുപായേ. ഭാഷയ്ക്കെന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പിന്നീട് വന്നു. നല്ല ഇരുന്ന് പഠിക്കണം. വളരെ ഇഷ്ടപ്പെട്ടു. 2 പാട്ട് കേരളത്തിൻ്റെ മുന്നിൽ വിശദീകരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് ബദറുൽ കുബ്ര മൈൻകുട്ടി, ഒന്ന് ബഹുമാനപ്പെട്ട പി.ടി. ബീരാൻകുട്ടി മൗലവിയുടെ ഹജ്ജ് യാത്ര. അത് പഠിച്ചാൽ നിറയും. ഹജ്ജിന് ഒരു കൊല്ലത്തെ ദുൽഖഅദ് മാസത്തിൽ എനിക്കൊരു 10 ദിവസം അത് വിശദീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു അത് കേട്ടാൽ മനുഷ്യനെ ഹജ്ജിന് പോകും കൊതിയൊന്നു പോകും. പി.ടി. ബീരാൻകുട്ടി മൗലവിയുടെ ഹജ്ജ് യാത്ര എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ധനാഢ്യനെ വണ്ടി കയറ്റുന്നത് വരെ കാറിൽ ഇരുന്നിട്ട് ഹജ്ജിൻ്റെ മസല പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് മദ്രസ മാലിന്യമായ അദ്ദേഹം കോഴിക്കോട്ടേക്ക് വണ്ടി ഓഫീസിൽ വന്നതാണ്. അപ്പോൾ ഈ മസല പറഞ്ഞ് കേട്ടപ്പോൾ മുതലാളിനെ മദ്രസയിൽ നടത്തണേ. മുതലാളി അവസാനം കോഴിക്കോട് എത്തിയപ്പോൾ എന്ത് പറഞ്ഞു, നമുക്കെന്നാലും ബോംബെ വരെയാണ് പോകാം, അതുവരെ പിന്നെ നിങ്ങൾക്ക് മസല പറയും ചെയ്യാം, എനിക്കത് കേൾക്കുകയും ചെയ്യാം, ഹജ്ജിന് പോകുകയല്ലേ. അപ്പോൾ വണ്ടി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ തപ്പിത്തടഞ്ഞ് ടിക്കറ്റ് പിടിച്ച് അവസാനം ടിക്കറ്റ് കിട്ടി ബോംബെക്ക്. അങ്ങനെ ബോംബെയിൽ എന്നെ എത്തിച്ച് കുറച്ച് ദിവസം ഞങ്ങൾക്ക് തിരിച്ച് മടങ്ങാറ്. ബോംബെക്ക് പോയി. ബോംബെയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിന്ന് ഹജ്ജിൻ്റെ മസാല പിന്നെയും പറഞ്ഞെടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ ജമാഅത്ത് അനുസ്കരിക്കും, മൂല്യരല്ലേ. അങ്ങനെ ബോംബെയിലെത്തിയപ്പോൾ മുതലാളി പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം, ഏതായാലും ഇപ്പം നമുക്ക് അക്ബർ കപ്പൽ പുറപ്പെടാൻ ഇനിയുണ്ട് 2 ആഴ്ച. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഇന്ത്യക്കാരെ ക്ലാസ്സൊന്നും എനിക്ക് തിരിയില്ല, നിങ്ങൾ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കി, ഞങ്ങൾക്ക് ജമാഅത്തായി നിങ്ങൾക്ക് ഇമാമത്തും നിൽക്കാം. അങ്ങനെ 2 ആഴ്ച തീരാനായി. അക്ബർ കപ്പൽ പുറപ്പെടാനായി, നാളെ പുറപ്പെടും.
അപ്പോൾ മുതലാളി പറഞ്ഞു, നിങ്ങൾക്ക് അച്ഛനാണ് പോന്നാലോ. അപ്പം പെട്ടെന്ന് ഞാൻ ഏതോ പാർലമെൻറ്റ് MP-യുടെ ഒരു കത്ത് കിട്ടുകയാണെങ്കിൽ ഹജ്ജിൻ്റെ ഇത് പാസ് പെട്ടെന്ന് കിട്ടും, അക്ബർ കപ്പലിൽ സീറ്റും കിട്ടുന്നതാണ്. അങ്ങനെ കായികമില്ലത്തിൻ്റെ അടുത്തേക്ക് ധൃതിയിൽ ഓടി. അങ്ങനെ കായികമില്ലത്ത് പാസ് കൊടുത്തു, അവസാനത്തെ സീറ്റ് കിട്ടി ഹജ്ജിനായി. അതാണ് വീട്ടിൽ ഹജ്ജ് യാത്ര. ഭയങ്കര തൗഫീഖ്. ഹജ്ജ് കഴിഞ്ഞ് വന്നു. അതിൻ്റെ ആ ഹജ്ജ് യാത്രക്കിൻ്റെ ഇടയിലാണ് ഈ കവിതകൾ എഴുതുന്നത്. നിമിഷ കവിയായിരുന്നു അദ്ദേഹം. ഹജ്ജ് കഴിഞ്ഞു, അദ്ദേഹം മരിക്കുകയും ചെയ്തു. 1962 എൻ്റെ ഓർമ്മ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില അത് ആ ഒരു എനിക്ക് വളരെ മനസ്സ് സ്വാധീനിച്ചൊരു കവിതയാണത്. ചില അതിൻ്റെയൊക്കെ വരികൾ മനുഷ്യനല്ല വല്ലാതെ ആകർഷിക്കും. ബസ് പോയിട്ട് എന്താ പറയുക, ബസ് എന്തോ കേടുപറ്റി ബദറിൽ. എന്നിട്ട് പിന്നെ ഒരു രാത്രി പോയിട്ട് ബദറിൽ താമസിച്ചു. എന്നിട്ട് ബദറിനെ സിയാർത്ത് ചെയ്തു. ആ സമയത്ത് അത് വല്ലാത്ത സംഭവങ്ങൾ അതിൽ പറയുന്നതൊക്കെ ഭയങ്കരമാണ്. ബദറിനെയൊക്കെ അതിമനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. മദീനത്തെ പള്ളിയിലെ ദർസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഉഹദ് ഒക്കെ പറയുന്നത് അതിമനോഹരമാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ബാപ്പ എപ്പോഴും പാടിയിരുന്നു. ബാപ്പയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്, വീട്ടിലെ യാത്ര. അപ്പം ഈ പറഞ്ഞുകൊണ്ടുവരേണ്ട ഇത് പിന്നെ അബൂജഹലും സംഘത്തിന് അങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ അഹങ്കാരം മൂത്തു. ഞങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ച് അവർ വന്നു, ഞങ്ങൾ തോൽക്കുമെന്ന് വിചാരിച്ച് ഇവരും വന്നു. ഇവർ മരിക്കാൻ വേണ്ടി വന്നു, അവർ മുഹമ്മദിൻ്റെ തലയർത്ത് കൊണ്ടുവരാൻ വേണ്ടി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫാനെ ബഹുമാനിച്ച് 5000 പട്ടാളത്തിന് ഇറക്കി. അലൻ യക്ഫിയക്കും യുദ്ദക്കും റബ്ബുക്കും ബിസലാത്തി മിനൽ മലായികത്തി മുൻസലിൻ. 3000 പട്ടാളം മതിയാവൂലേ നിങ്ങളെ അള്ളാഹു 3000 മലക്കുകളെ ഇറക്കി തന്നാൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ തെമ്പാടും പോതിയല്ലോ നബിയാവും. അപ്പോൾ പറഞ്ഞു ബി ഖംസത്തി അലാഫി മിനൽ മലായികത്തി മുസവ്വിമീൻ, 5000 ഇറക്കുന്നുണ്ട്. പിന്നെ 5000 ഇറങ്ങി. അപ്പോൾ ഇവർക്ക് പിന്നെ പണിയില്ല. ബദർ യുദ്ധം കഷ്ടപ്പാടുള്ള യുദ്ധമല്ല, കഷ്ടപ്പാട് മനസ്സിലാണ്. അത് മനസ്സിലാക്കാൻ ഈ പിട്ടി മൗലവിമാർക്ക് കഴിയുന്നില്ല. മദരിയങ്ങളെ നിന്ദിച്ചു എന്നാണ് എനിക്കെതിരെ ഇപ്പോൾ കേസ് കൊടുത്തത്. ഞാൻ സാബ്ദിപ്പിക്കുന്നത് നിങ്ങളെപ്പോലത്തെ പോന്തായികളെ കാലത്ത് ജീവിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നല്ലോ എന്നാ. നിങ്ങൾക്ക് 4 ഉസ്താദുമാരുണ്ടായില്ലല്ലോ. അത് പറഞ്ഞാൽ അങ്ങനെയല്ല, അതായത് ബാക്കി ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ ഞമ്മക്ക് അന്തല്ലായ്മയാണെന്നും ഉസ്താദന്മാർക്ക് പറയാം. അതിന് അതുപോലെ അഹങ്കാരം സമ്മതിക്കൂല. റഹ്മത്തുള്ളാഹിക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു അഹങ്കാരം സമ്മതിക്കൂല. അതാ പ്രശ്നം. അപ്പം ഇത് വളരെ നമ്മൾ ചിന്തിക്കണം. എല്ലാം അങ്ങനെയാണ്. എല്ലാം റമളാനുൽ മുഹമ്മദിയ എന്ന പ്രഭാഷണം വീണ്ടും 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 കേൾക്കണം. ഇനിയും ഞാൻ പറയുമ്പോണ്ട് തിരുത്തി എഴുതണം, പലതും തിരുത്തി എഴുതണം. എന്തുകൊണ്ട്? നമ്മൾ മന്ദം കോലിട്ട് തിരിച്ച് നടക്കണം. നമ്മൾക്ക് വെണ്ണ ആവശ്യമില്ല. ഞാൻ ഈ പുസ്തകത്തിൽ കാണുന്നത് 40 മുമ്പുള്ള ഒരു മുഹമ്മദ് നബിയാണ്. ഇറാഖുവയിലെത്തിയപ്പോൾ ജിബ്രീൽ വന്നു. ഖദീജ ബിയുടെ കൂടെ കിടന്നുറങ്ങിയപ്പോൾ ജിബ്രീൽ വന്നു, ജനലിനെ തട്ടി വിളിച്ചു. പെരി ഞാൻ പുറത്ത് കൊണ്ടുവന്നാണ്. നേരം വൈകാതെ എനിക്ക് അവിടെ ഇനി ഓഫീസ് വർക്കുണ്ട്, നേരം വിളിക്കാനായി, വേഗം പോകണം. അങ്ങനെ ഓക്കെ, നിങ്ങളിപ്പോൾ അവിടെ നിങ്ങളപ്പം കിടന്നുറങ്ങി, ഞാൻ ഇവിടെ പിന്നെ പോകത്തും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്തുറക്കാണ് ഈ ഉറങ്ങണത്. അതൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട്? അപ്പോൾ നബിക്ക് പറയും ചെയ്യാം, നിങ്ങളിത് വരുമെങ്കിൽ നേരത്തെ പറയണ്ടേ. അതും ഓക്കെ. ഞാൻ ഹിറാ ഗുഹയിൽ എന്തിന് നബി വന്നു എന്ന്, നബിക്ക് അവിടെ വരേണ്ട ഒരാവശ്യമില്ല. അതാണ് നിന്റെ ജീവിത ലക്ഷ്യം. കഴിഞ്ഞു. ഹിറാ ഗുഹയിൽ ആരുമില്ലാതെ എത്തിച്ചേരുക എന്നതാണ് നിന്റെ ജീവിത ലക്ഷ്യം. ഹിറാ ഗുഹയിൽ നിങ്ങൾ എത്തിയോ? ഇനി ഹിറാ ഗുഹയിൽ പോയി ചേരില്ല.
എൻ്റെ പെരൻ്റെ മേലെ ഭാഗമായിരിക്കും, അത് ടെറസിൻ്റെ മേലെ ഇരിക്കും. എൻ്റെ ഇറാഗുവ ടെറസിൻ്റെ മേലെയാണ്. പെണ്ണുങ്ങളൊക്കെ ഒഴിവാക്കി ഒന്നാം മേലെ കയറി കുത്തിരുന്നു ഒരു രാത്രി. അതാണ് നിൻ്റെ ഇറാഗുവ. എന്നിട്ട് ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാണ് ജീവിക്കണത്? അതാണ് നിൻ്റെ ഇറാഗുവ. ഇറാഗുവയിൽ ബർക്കത്തെടുക്കാൻ വേണ്ടി ചോദിക്കോ, അതിൻ്റെ അപ്പുറം ഇറാഗുവയിൽ പോയിട്ട് എനിക്ക് കാര്യമില്ല. നിൻ്റെ ഇറാഗുവ നിൻ്റെ ടെറസിൻ്റെ മേലെയാണ്. അല്ലെങ്കിൽ 4 ഏക്കർ ഉണ്ടെങ്കിൽ മേലെ ഒരു പാറപ്പുറം ഉണ്ടാവും, അവിടെ പോയി കുത്തിരിക്കുക. ചിലപ്പോൾ പള്ളിയിലും ഇരിക്കുക. ഘോഷയാത്രയിൽ തനിയെ എന്നൊരു പുസ്തകമുണ്ട് വിജയന്. ഞാൻ 1988 പുസ്തകം വായിച്ചിട്ടുണ്ടാവുക. ഘോഷയാത്രയിൽ തനിയെ വലിയ പുസ്തകം, ചെറിയ പുസ്തകമാണ്, പക്ഷെ അത് വലിയ ചിന്തയാണ്. മലയാളം കൊണ്ട് ഏറ്റവും വലിയ ജീനിയസ് വിജയനാണെന്ന് എൻ്റെ വീക്ഷണം. ബാക്കിയൊക്കെ വെറുതെ ചെറപറായി എഴുതിയെന്നേ ഉള്ളൂ. ബൗദ്ധികനായ എഴുത്തുകാരനായ അദ്ദേഹം. അപ്പോൾ അയാൾ അതിൽ ആ പുസ്തകത്തിന് പേരിട്ടത് ഘോഷയാത്രയിൽ തന്നെയാണ്. അതായത് നീ ജനക്കൂട്ടത്തിൻ്റെ നടുവിലാണ് പോണത്, പക്ഷെ ഒറ്റക്ക് നിൽക്കണം. അപ്പം നിനക്ക് ആലോചിക്കാൻ കഴിയും, എന്തിനാ ഞാൻ ഈ പോണത്. ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കാൻ ഇത് ഉപകരിക്കും. കാരണം ഇതൊരു വെട്ടിത്താണ് കാട്ടുന്നത്. ഒരു കൂട്ടത്തിൽ കൂടിയ മനുഷ്യന് ബുദ്ധി നഷ്ടപ്പെടും. എപ്പോൾ ആൾക്കൂട്ട മനുഷ്യൻ്റെ ബുദ്ധി നഷ്ടപ്പെടുത്തും. 100%. വലിയ വലിയ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും മനുഷ്യൻ ബുദ്ധി ഉണ്ടാവില്ല. നമ്മൾ വലിയ കൂട്ടരാന്ന് മനസ്സിലാക്കും. എന്തുണ്ടാവില്ല, ആർക്കും എന്തുണ്ടാവില്ല, ഇരിക്കുന്നവർക്കും എന്തുണ്ടാവില്ല, ആർക്കും സ്റ്റേജിലുള്ളവർക്ക് തീരെ എന്തുണ്ടാവില്ല, അതിൻ്റെ താഴെയുള്ളവർക്ക് തീരെ എന്തുണ്ടാവില്ല. നമ്മൾ കണ്ട മാതിരി കൂടി കൂടെ അതാ മനുഷ്യൻ. ഞാൻ 2004 തോന്നിക്ക ഗുജറാത്ത് കലാപം. 2004 2002 2004 2004 അല്ലേ, 2002 ഓക്കെ. 2004 മാറാട് കലാപം. 2002 10-23 കൊല്ലം മുമ്പാണ്. ഞാൻ ആ ഫോട്ടോസ് എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതെൻ്റെ വാളും കൊണ്ട് മനുഷ്യൻ നടക്കുക, ആരെ കൊല്ലാൻ, മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ. ഞാൻ അവരെ പറ്റി എങ്ങനെ ആലോചിക്കാറുണ്ട്, എപ്പോഴും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത് ആൾക്കൂട്ടത്തിൻ്റെ സ്വഭാവം. ഇവരിൽ ഓരോരുത്തരും നല്ല മനുഷ്യരായിരിക്കും, ഉറുമ്പിനെ വേദനിപ്പിക്കാത്തവരായിരിക്കും. ഒന്ന് വേറിട്ട് അവരെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി അപ്പുറത്തേക്ക് ഒന്ന് മാറിയിട്ട് ഒന്ന് മനസ്സ് തണുപ്പിച്ചിട്ട് ഒരു ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് ഒന്നാൾ വർത്താനം പറഞ്ഞാൽ അപ്പം കരയൊരു ഇപ്പം എന്തായി ചെയ്യണമെന്ന് ചോദിച്ചാൽ, കാരണം ആൾക്കൂട്ടത്തിൽ മനുഷ്യന് ബുദ്ധി ഉണ്ടാവില്ല. മക്ക അങ്ങാടിയിൽ നിന്ന് മാറിയത് അതുകൊണ്ടാണ്. അത് അന്വേഷണം. ചിലപ്പോൾ അതിൻ്റെ നടുവിൽ അന്വേഷിക്കാം, അതിന് പറ്റും, നബിക്കത് നടക്കും. പക്ഷെ വീണ്ടും പോവുകയാണ്, ഇത് കണ്ടു നിൽക്കാൻ വയ്യ. അപ്പം മനസ്സ് പ്രക്ഷുബ്ധമായ മനസ്സാണ്, അത് സഹിക്കാൻ കഴിയില്ല. പക്ഷെ എങ്ങനെയാണ് ഈ ജനതയെ രക്ഷപ്പെടുത്തണമെന്ന വഴി നബിക്കോട്ട് അറിയില്ല. താൻ അതിൻ്റെ ഒരു തൊട്ടിട്ടില്ല. അത് അവരുടെ ഒരു സ്വഭാവവും ലഭിക്കില്ല. ഖുർആൻ വന്നപ്പോൾ തിരുത്താനില്ലാത്തൊരൊറ്റ മനുഷ്യൻ മുഹമ്മദാണ്. എന്തുകൊണ്ട്? കാന മുഹമ്മദുൻ ഖുർആന, മുഹമ്മദാണ് ഖുർആൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖുർആനു ലൗ ലം യുൻസൽ, ഖുർആൻ ഇറക്കപ്പെട്ടിട്ടില്ലെങ്കിലും ലകഫ മുഹമ്മദ്, മുഹമ്മദ് മതിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റേത് എണ്ണ തേച്ചിട്ടാണ് രാവിലെ എണ്ണ ചട്ടി പറന്നുകൊണ്ട് പിന്നെ അതിലേക്ക് പിന്നെ മാവ് വെച്ചിട്ട് വെള്ളപ്പം ഉണ്ടാക്കും. നെയ്യാക്കിയതാണ് ഖുർആൻ. ഞാൻ അവിടെയാണ്. നിങ്ങൾക്ക് എന്നെ അകത്തുവാക്ക പുറത്തുവാക്ക. അതായത് മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ ജീവിതം മാത്രം ഒരാൾ അവലംബിച്ച് അയാൾക്ക് സ്വർഗം കിട്ടും, അള്ളാൻ്റെ പൊരുത്തം കിട്ടും, അയാൾ അഴലമർത്തമയിലെത്തും. ഖുർആനിലെ ഒരക്ഷരം അയാൾ പഠിച്ചിട്ടില്ലെങ്കിലും അതേ സമയത്ത് ഒരാൾ ഖുർആൻ
ഖുർആൻ പഠിച്ചു. മുഹമ്മദിനെ പഠിച്ചില്ലെങ്കിൽ കാഫിറാവും. നോക്കാക്കട്ടെ, ചിന്തിക്കാം. നിങ്ങൾക്ക് വളരെ സുഖമാണ് ഞാൻ ഇസ്ലാം തന്നെ ഓർത്താക്കാം. ഇപ്പം നല്ല സുഖമുള്ള ടൈമാണ്. ഖുർആൻ നമുക്ക് ഏറെ കിട്ടിയതാണ്. അത് അള്ളാഹിൻ്റെ ഫضലാണ്. ഫضലാകുമ്പോൾ ഏറെ കിട്ടല്ലേ എന്നല്ലേ ഫضല്? ഏറെ കിട്ടിനാണ് ഫضല് അറിയാം. നമുക്കാരും മതി. മുഹമ്മദ് ഖുർആന കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖീല ലിആയിഷത കൈഫ കാന ഖുലുഖു റസൂലില്ലാഹ്. റസൂലുള്ളാഹിയുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ ഖുലുഖ് അത് ഖുർആനാണ്. ഖുലുഖ് എന്ന രൂപപ്പെടുക. പിന്നീട് വരാൻ ഭാഗത്തേക്ക് ഖുർആൻ വരുന്ന 40 ഒരു ഖുലുഖ് എന്ന രൂപം. ഖുലുഖ് ഒതുങ്ങുന്ന കാലാണ് 40 വയസ്സ്. ഒരാളെ ഖുലുഖിൽ എന്തെങ്കിലും മോശത്തലുണ്ടെങ്കിൽ അത് വെളിവാകുന്ന സമയം എന്ന് പറഞ്ഞാൽ അതൊരു ടീനേജ് പ്രായം മുതലേ വെളിവാകും. അപ്പം നബി ഖുർആനാണ്. എന്നെ ഖുർആനാണ്, ജനിച്ചതിന് ഖുർആനാണ്. ജനിച്ച ഖുർആൻ, പിന്നെ അവതരിച്ച ഖുർആൻ. ജനിച്ച ഖുർആൻ മുഹമ്മദാ. അതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ കഴിയാത്തത്. ഇനി അതിന് വരികൾ കിട്ടണം. ആ വരികൾ എവിടുന്നാ കിട്ടുക? ഇവരെ നന്നാക്കിയെടുക്കണം. എങ്ങനെ നന്നാക്കിയെടുക്കണം നബിക്ക് അറിയില്ല. പിന്നെന്താണ്? പിന്നെ ഇനി എൻ്റെ ഉള്ളെന്താണെന്നറിയോ? തൻ്റെ റബ്ബിനെ അന്വേഷിക്കുക. ഒരാൾക്ക് എന്ത് നടക്കും റബ്ബിനെ കണ്ടെത്തിയാൽ? ആകാശം പൊളിച്ചിറങ്ങി നടക്കും. അതുകൊണ്ടാണ് CM വിമാനം നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വിഷമം തന്നു, എനിക്കൊരു വിഷമം തോന്നില്ല. എന്തുകൊണ്ട്? റബ്ബിനെ തിരിഞ്ഞൊരാൾക്ക് ലോകത്തുള്ള എല്ലാ വിമാനം കൂടി CM പിടിച്ചിട്ട് താമ്പാള കഷ്ണമുള്ളത് അതിങ്ങനെ പിടിച്ച് ഒരു കീസിൻ്റെ ഉള്ളിലാക്കി മുമ്പിൽ കോഴിക്കോട്ട് അങ്ങാടി കൂടെ ആണെന്ന് പറഞ്ഞാൽ ഞാനോ ഒരു അത്ഭുതം എനിക്കുണ്ടാവില്ല. സാധാരണയാണത്. അള്ളാനെ തിരിഞ്ഞവർക്ക് നക്ഷത്രങ്ങളെ മുഴുവനും ചുരുട്ടി കൂട്ടി ഒരു കീസിൻ്റെ ഉള്ളിലാക്കാനും കഴിയും. പക്ഷെ ആര് തിരിയണം? അള്ളാനെ തിരിയണം. ഒരിക്കലും നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. അല്ലാതെ നിങ്ങളോ ഞാനോ നിങ്ങളെ ഇന്ത്യയൊക്കെ സംഘടനൻ്റെ വലിയ കുളാണ്ടറോ ഒരു കടിക്കണ നായിനെ പിടിച്ചിട്ട് മടിക്കാൻ വരുന്നതോടുകൂടെ ഒറ്റ പിടിച്ച് നേരെ കീസിലാക്കി നടന്നു പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. CM സൂര്യനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി ചുരുട്ടിയിട്ട് കീസിലാക്കിയിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. എന്തുകൊണ്ട്? അതിനും അവർക്ക് കഴിയും. കാരണം അവരാരാളാണ്? അള്ളാൻ്റെ ആളാണ്. പിന്നെ നടക്കാത്ത ഒന്നും ഉണ്ടാവില്ല. അവിടെ എത്തണം. നമ്മൾ ചിന്തിക്കണം, എവിടെ നിന്നാണ് ഇത്? അന്വേഷിക്കണം. അന്വേഷിച്ചാലേ കണ്ടെത്തുള്ളൂ. അപ്പോൾ എന്തിനാ ഹിറാഗോയിലെത്തിയത്? പർപ്പസ് ഓഫ് ഹിസ് ലൈഫ്. അതാണ് ലൈഫിൻ്റെ പർപ്പസ്. എന്തിനു വേണ്ടിയാണ് നീ ജീവിക്കുന്നത്? നിസ്കരിക്കാനോ? നോമ്പ് വെൽക്കാനോ? എന്തിനാ നീ ജീവിക്കുന്നത്? നിന്റെ റബ്ബിനെ കണ്ടെത്താനാണ്. ഒരു ശില്പത്തിന്, മൈക്കൽ ആഞ്ചലോവിൻ്റെ ഒരു ശില്പത്തിന് എങ്ങാനും പടച്ചോനൊരു ബുദ്ധി കൊടുക്കുകയാണെങ്കിൽ ആ ശില്പം നന്ദിയുള്ള ശില്പമാണെങ്കിൽ ആ ശില്പം അതിന് ബുദ്ധി കിട്ടിയ അന്ന് മുതൽ അന്വേഷിക്കാൻ തുടങ്ങേണ്ടത് എന്നെ ആരാണ് ഈ മനോഹരമായ പരുവത്തിലാക്കിയതെന്ന്. ശില്പത്തിൻ്റെ ബാധ്യതയാവും. ഒറ്റ ബാധ്യതയുള്ളൂ. എന്ത്? തൻ്റെ റബ്ബിനെ തേടുക. അതന്നെ നബി അവിടുത്തെ പോയത്. വേറൊന്നുമല്ല. വേറൊക്കെ എൻ്റെ ലാഭമാണ്. ഇപ്പം സ്വർഗത്തിനെ നമ്മൾ ചോദിക്കണ്ടേ? സ്വർഗത്തിനെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അത് തഅബ്ബുദിയത്താണ്. ഒരു ആരാധന. സ്വർഗം ചോദിക്കാൻ ആരാ കൽപ്പന ഉണ്ട്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പന ഉണ്ട്. അപ്പോൾ സ്വർഗം ചോദിക്കുന്നു. നരകത്തുനിന്ന് കാവലെ ചോദിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിന് കൽപ്പന ഉണ്ട്. അതുകൊണ്ട് നരകം ചോദിക്കുന്നു. എന്നാൽ നമുക്ക് സ്വർഗം നരകം ഒന്നും അല്ലേനും.
ഇയാണെങ്കിൽ 10 ലക്ഷം ഉറുപ്പ്യന്റെ സ്വർണം വാങ്ങിയിട്ട് മുരിക്കിന്റെ പെട്ടിയിലിടും. പണ്ടത്തെ കാലത്തൊക്കെ മുരിക്കിന്റെ പെട്ടിയല്ലേ, മുരിക്കിന്റെ പെട്ടിയുടെ പുറത്ത് എന്ത് മറ്റേ റെക്സിനിട്ട് നമ്മളാ ഇത്താത്താനൊക്കെ കെട്ടിച്ച കാലത്ത് മുരിക്കും പെട്ടിയല്ലേ. പറയും മനുഷ്യന്മാരെ, ഈ അല്ലേ 10 ലക്ഷം ഉറുപ്പ്യന്റെ പണ്ടം വാങ്ങിയിട്ട് ഈ മുരിക്കിന്റെ പെട്ടിയിലിടും. അതല്ലേ നിങ്ങൾ സ്വർഗം? സ്വർഗം ഇജ്ജ വലിയ ആള്. ഇജ്ജാണെങ്കിൽ സ്വർഗല്ലേ, ഇജ്ജല്ല വലിയ ആള്. ഇജ്ജ് റബ്ബിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ അമുക്കൂസെന്നാ പറയാ, വത്തൊക്കെ വെട്ടി തിന്ന ആള്. എനിക്ക് പണി എന്താ? വത്തൊക്കെ വെട്ടുക. ഒരു കൂട്ടര് വത്തൊക്കെ വെട്ടും, ഒരു കൂട്ടര് വത്തൊക്കെ തിന്നും. ഇന്നിപ്പോൾ ഇവിടെ ക്യാമ്പാണ്. ഒരു കൂട്ടക്കാർക്ക് ചോറ് ഇറച്ചിയും മറ്റും കടി ഉണ്ടാക്കണ പണി, ഒരു കൂട്ടക്കാർക്ക് തിന്നണ പണി. ഇതിനാണ് ക്യാമ്പ് ബഹുമാനപ്പെട്ട ക്യാമ്പ് പറയാം. 100 ആൾ പങ്കെടുത്താൽ 10 കാര്യം തിരിഞ്ഞോളന്നില്ല. എന്നാലും ആ പണി വല്ല എടുക്കണം, ആ പണി നടക്കണം. ഇന്നെ കേരളത്തിന് പുറത്തേക്ക് ഒരു കൂട്ടര് വേദനുണ്ട്. പോയി വണ്ടി വിട്ടു പോകുക ഭയങ്കര സ്പീഡിൽ. കാരണം അവിടെ ആളുകളുണ്ട്, നമ്മൾ പറഞ്ഞ നേരം കഴിഞ്ഞു, 2 മണിക്കൂർ. ഇപ്പം തന്നെ നേരം കഴിഞ്ഞ് സ്പീഡ്. അങ്ങനെ ആ നാട്ടിലെത്തി. അവിടെ ഒരു പട്ടണത്തിന് നടുവിലാണ് പള്ളി. അസല ഞാൻ പറയണില്ല. അപ്പോൾ അവിടെ എത്താൻ നേരത്തെ ഞാൻ പറഞ്ഞു, എനിക്ക് പള്ളി പൈച്ചിട്ട് വയ്യ, ഹോട്ടൽ കയറി എന്തെങ്കിലും തിന്നണം, അല്ലാതെ വെള്ളമായിരുന്നു കഴിയൂല. അപ്പോൾ നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് പോരെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പോരാ, കാരണം പള്ളിയിലൊന്നുമില്ല, നിങ്ങൾ ഹൈ സ്പീഡിൽ വണ്ടി വിട്ടതുകൊണ്ട് വെള്ളമൊന്നും പോയിക്കണം, ഒന്നുമില്ല. അപ്പോൾ എന്താ തിന്നാ? അപ്പം ഇവര് പറഞ്ഞ് അല്ല, ആളുകൾ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നുണ്ട് ഉസ്താദേറും. അപ്പം ഓലവിടെ കൂടിക്കോട്ടെ, അതൊന്നും വലിയ കാര്യമല്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരാളെങ്കിലും നന്നായി കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഏതായാലും ഒരാൾ നന്നാവില്ല, കാരണം നന്നാണവരൊക്കെ പണ്ടേ നന്നായിക്കണ. അങ്ങനെ ഉണ്ട് ചോദിച്ചു. ആ ഉണ്ട്. സഈദ് മൻ സഅദ ഫീ ബത്നി ഉമ്മിഹി വശഖി മൻ ശഖി ഫീ ബത്നി ഉമ്മിഹി എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. നന്നായവരൊക്കെ ഉമ്മാൻ്റെ വയറ്റിൽ തന്നെ നന്നായിട്ടുണ്ട്, മോശപ്പെട്ടവരൊക്കെ ഉമ്മാൻ്റെ വയറ്റിൽ തന്നെ മോശപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു ചോദിച്ചു, പിന്നെ ഇപ്പം നമ്മളെന്തിനാ ഇപ്പം ഇതിനെ നടക്കണം ചോദിച്ചു. അല്ല, നമ്മളെ ഏർപ്പാട് ഇതാണ്. എൻ്റെ ഏർപ്പാട് വേദന അറിയലാണ്, നിങ്ങളെ ഏർപ്പാട് വേദന നടത്തലാണ്. എനിക്ക് നിങ്ങൾ വയല് എന്നെ കൊണ്ട് നിങ്ങൾ വയല് പറയിപ്പിക്കും. പക്ഷെ വയലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചില്ലറ പൈസ എൻ്റെ പോക്കറ്റിലിട്ട് തരും. അതിനെ എണ്ണടിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആളായി നടക്കും. അതാണ് എൻ്റെ ഏർപ്പാട്. നിങ്ങൾ അതിൻ്റെ വയല് ഉണ്ടാകുകയാണെന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കയ്യിൽ നിന്നൊക്കെ പിരിക്കും. എന്നിട്ട് എനിക്ക് തന്നതിൻ്റെ ബാക്കിയൊക്കെ നിങ്ങളും എന്ത് ചെയ്യും? എണ്ണടിച്ചാൽ നടക്കും. ഇടയ്ക്കിടയ്ക്ക് പായമ്പൊരിയും ചായയൊക്കെ കുടിക്കും. എന്നിട്ട് പല വക കണക്ക് നിങ്ങളും എഴുതും, എന്തെങ്കിലും വക എനിക്കും തരും. നിങ്ങളെ ഏർപ്പാട് അതുമാണ്, എൻ്റെ ഏർപ്പാട് ഇതുമാണ്. അതാ. എന്നാൽ പിന്നെ ഹോട്ടലിൽ കയറി ഇറച്ചി പൊറാട്ടയൊക്കെ വാങ്ങി തന്നു. പിന്നെ അവർക്ക് ഇങ്ങോട്ട് സുഖമല്ല, കാരണം ഇങ്ങനെ ഒരു മോദിയൊരു പറയാത്തതാ. അങ്ങനെ കുറച്ചേരം വയലും പറഞ്ഞു, ഒരു തെറ്റിയതുമില്ല എന്നാലോട്ട് നല്ല സ്വത്തിലും അല്ല. അങ്ങനെ പിരിഞ്ഞു, പിന്നെ പോയിട്ടില്ല. ഒരു മനുഷ്യൻ മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് അടിസ്ഥാനം. ഇതിലൊന്നല്ല കാര്യം. ഇതൊക്കെ എന്തിനു ചെയ്യുന്നു? ഇതൊക്കെ എന്തിനാ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എന്തിനാ നമസ്കരിക്കണം? എന്തിനാ നമസ്കരിക്കണം? പറയും, എന്തിനാ നമസ്കരിക്കണം? ഞാൻ ഈ ഒറ്റയിട്ട രാത്രികളിൽ പോലും ചിലപ്പോൾ എനിക്ക് തറാവീഹ് നിസ്കരിക്കാൻ കഴിയില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. നിസ്കരിച്ചാൽ അൽഹംദുലില്ലാ, നിസ്കരിച്ചില്ലെങ്കിലും ഞാൻ റബ്ബിൻ്റെ ചിന്തയിലായാൽ മതി. ഞാൻ നിസ്കരിക്കും, ചില രാത്രികൾ ഉണ്ടാവില്ല, ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കൂല. ഇന്നലെ ഇപ്പം ബദരീങ്ങളെ പറ്റി പറഞ്ഞു തരണം എന്ന് പറഞ്ഞാണ്ട് മണ്ണാർക്കാട് എന്നൊരു കുട്ടീനെ നിർബന്ധിച്ച് ഞാൻ പോയി. അപ്പം അങ്ങനെ അവിടെ മണ്ണാർക്കാട് പോയി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ബപ്പാൻ്റെ ആണ്ടാണ് ഉസ്താദെ, ഞാനവിടെ ദാറുൽ വരുന്നതാണ്, മണ്ണാർക്കാട് നിന്ന് ഞാൻ ദാറുൽ ഖുർആനിൽ വെള്ളിയാഴ്ച ക്ലാസ്സിന് വരുന്നത്, നിങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ് ഇവിടെ നിന്ന് പരീക്ഷ എഴുതി വരക്കണം. അപ്പോൾ അവിടെ ചെന്ന് പോയത്തിന് പിന്നെയും നേരം വൈകി. ഇശാ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ അവിടെ തന്നെ പിന്നെ അവിടെ കയറി ആ വീട്ടിൽ കയറി ദുആ ചെയ്തു. അവരെ സന്തോഷമാണ്. അവർ ദാറുൽ ഖുർആൻ വരുന്ന ആളുകളാണ്, ദീനിൻ്റെ പാവപ്പെട്ട കുടുംബമാണ്. അപ്പോൾ അവരെയും സന്തോഷിപ്പിച്ചു. പിന്നെ വീട്ടിലെത്തുമ്പോൾ പറ്റേ നേരം വൈകി. അപ്പം ഞാൻ കാറിലിരുന്നുകൊണ്ട് എൻ്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് പോന്നു. പറയാനും ചെല്ലാനുള്ളതൊക്കെ എൻ്റെ റബ്ബിന് വേണ്ടി ചെയ്തു പറഞ്ഞു.
ഉദ്ദേശിച്ച രൂപത്തിലുള്ള നിസ്കാരമോ മറ്റോ കാര്യമൊന്നും അപ്പം കഴിഞ്ഞോളന്നില്ല. വീട്ടിലെത്തിയപ്പോഴത്തിന് നേരം വൈകി. പിന്നെ ഉറങ്ങി എണീറ്റപ്പോഴത്തിന് 3-3:30 മണിയായി. പിന്നെ ആ സമയത്തിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്താൽ മതി. നിങ്ങളിൽ പലരും നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാതെ ഹേയാത്താക്കിയവരും ഉണ്ടാവാം. നിങ്ങളും ഞാൻ ഒരു പോയിന്റിൽ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ചെയ്തു, നിങ്ങളും ആത്മാർത്ഥമായി ചെയ്തതാണെങ്കിൽ, നിങ്ങളെ റബ്ബിന് വേണ്ടി ആത്മാർത്ഥമായി ഒരു രാത്രി ഹയാത്താക്കി. എനിക്ക് ഹയാത്താക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മനസ്സിൽ യഖ്ലത്തിലൊക്കെ മനസ്സിൽ ആരാ ഉള്ളത്? റബ്ബാണ്. നമ്മൾക്കൊന്നാവും അവിടെ. പിന്നെ ഇഖ്ലാസിന്റെ അളവ് ആർക്കാ കൂടിയത്? അവനെ മേലെയാവുള്ളൂ. ഇല്ല ബിത്തഖ്വ പറയും. അങ്ങനെ തന്നെയല്ലേ? അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? നമ്മൾ സ്വർഗത്തിനെ തേടുന്നു. സ്വർഗത്തിനെ തേടുന്ന അള്ളാഹുവും റസൂലും സ്വർഗത്തിനെ തേടാൻ കൽപ്പിച്ചു. നരകത്തിനെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നു. അത് പറയാൻ അള്ളാഹു റസൂലും കൽപ്പിച്ചു. പക്ഷെ നമ്മളെ ലക്ഷ്യം അള്ളാഹു റസൂലാണ്. ആരല്ല? സ്വർഗമല്ല, നരകമല്ല. സ്വർഗത്തിന് നമ്മൾ പോണേ നമ്മളെ റബ്ബിനെ കാണാനാണ്. സ്വർഗത്തിൽ അവിടേക്ക് നമ്മളിങ്ങനെ വിചാരിച്ച് സ്വർഗത്തിലെത്തി. സ്വർഗത്തേക്ക് നമ്മൾ എത്താൻ നേരത്തെ അള്ളാഹു തആല പറഞ്ഞു, സ്വർഗത്തിനേക്കാൾ ഭംഗിയാക്കാൻ നരകത്തിനെ എനിക്ക് കഴിയും. നിങ്ങൾ ലേശം നേരം 10 മിനിറ്റ് ഉടക്കി നിറ നമ്മളെ സ്വർഗത്തിനെ പുറത്തന്നെ നിർത്തിയിട്ട് അള്ളാഹു തആല നരകണ്ട് ഭംഗിയാക്കി, ചൂടൊക്കെ ഒഴിവാക്കി. എല്ലാ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട്, പുതിയതാക്കലുണ്ടല്ലോ. പിന്നെ അതിൻ്റെ പരിമളം ഇതൊക്കെ അടിച്ചിട്ട് വീശി നോക്കുമ്പോൾ നരകത്തിൻ്റെ ചൊറുക്ക് വേറെ ഒന്നിനുമില്ല. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ഇത് എക്സ് സ്വർഗം, ഇത് പുതിയ സ്വർഗം. അപ്പോൾ നമ്മളിവിടെ കയറുക. മനസ്സിലായില്ല? ഇന്ന് ബോർഡൊന്നും മാറ്റണ്ട, നരകത്തിൻ്റെ ബോർഡ് അവിടെ കടന്നോട്ടെ, നിങ്ങളോട് കയറിക്കൊള്ളുക. നമ്മളവിടെ കയറി. ഇന്നെ കാണുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നോളില്ല, നമ്മളവിടെയല്ലേ കയറുക. ഇന്നെ കാണുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. നമുക്ക് ലക്ഷ്യം എന്താ? ഫമൻ കാന യർജു ലിഖാ റബ്ബി. അല്ലാഹുവിന്റെ കാല എന്താ നമ്മുടെ ലക്ഷ്യം? നമ്മൾ ദുനിയാവുന്ന അള്ളാഹുവിനെ അന്വേഷിച്ച് കണ്ടെത്തണം. പരലോകത്തെത്തിയാൽ നേരിട്ട് കാണണം. ഇതാണ് സൃഷ്ടിയുടെ പർപ്പസ്, ലൈഫിന്റെ പർപ്പസ്. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് റാബിയത്തുൽ അദവിയ ഈ പുസ്തകം ഉദാഹരിച്ചിട്ടുണ്ട്. മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ഒരു വാക്കുണ്ട്. എന്താ അവർ പറഞ്ഞത്? റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ അവർ വലിയ സൂഫിയത്ത്, ഇസ്ലാമിൻ്റെ ഒരു വല്ലാത്ത പ്രത്യേകതയാണ്. അവർ മുസ്തഫ നബി സല്ലല്ലാഹു അവർ ജനിക്കുന്നത് ഹിജ്റ 100-ലാണ്. ഹിജ്റ 100-ൽ ജനിച്ചു. ഹിജ്റ 100-ൽ ജനിച്ചു. ഹിജ്റ 180-ൽ വഫാത്തായി. AD 717-ൽ ജനിച്ചിട്ട് 801-ൽ വഫാത്തായി. അങ്ങനെ ഈ അഭിപ്രായമുണ്ട്. 796-ലാണെന്നും അഭിപ്രായമുണ്ട്. അതല്ല ഹിജ്റ 180 കുറച്ചും കൂടി ഉണ്ട്, അങ്ങനെ അഭിപ്രായമുണ്ട്. 1-2 അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അവർ തബഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. താബിഈങ്ങളിലല്ല, തബഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ് ആര്? റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. അവരെ വാക്കാണ് എന്തെന്നറിയും. ആ വാക്ക് ഈ പുസ്തകത്തിൽ തിരുദൂതർ നിറവി എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇജ്അലിൽ ജന്നത ലിഅഹിബ്ബായിക. നിന്റെ ഇഷ്ടക്കാർക്കൊക്കെ സ്വർഗം കൊടുത്തോ. വന്നാറ ലിഅദായിക. നിന്റെ ശത്രുക്കൾക്ക് നരകം കൊടുത്തോ. ഫഅമ്മ അന, അപ്പം ഞാനോ ഫഹസ്ബി അൻത, ഇജ് മതി. എനിക്ക് സ്വർഗം വേണ്ട, തേടിക്കോളാം, പക്ഷെ എനിക്കത് മതി. സ്വർഗത്തിന് ഞാൻ തേടൽ കൽപ്പനയാണല്ലോ, ഞാൻ തേടിക്കോളാം. നരകത്തിന് കാവൽ തേടുത്ത കൽപ്പനയാണല്ലോ, അത് ചെയ്തോളാം. പക്ഷെ എനിക്കാരാണ് വേണ്ടത്? നീയാണ്. മനസ്സിലായില്ല? ഒരു വാക്കാണ് അല്ലാഹുമ്മ ഇജ്അലിൽ ജന്നത ലിഅഹിബ്ബായിക വന്നാറ ലിഅദായിക. സ്വർഗം നിന്റെ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തളാം, നരകം നിന്റെ ശത്രുക്കും കൊടുത്തളാം. ഫഅമ്മാന, അപ്പം ഞാനോ ഫഹസ്ബി അൻത, എനിക്കാര് മതി? എനിക്കാര് മതി? നീ മതി, ഇച്ച് മതി. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. ഇപ്പം നിങ്ങൾ ഗൾഫ് പോയി കഴിഞ്ഞാൽ നിങ്ങളെ വാപ്പ അമ്മ കത്താക്കും. എന്ത്? എത്ര തേച്ചിട്ട് തേയലില്ല കുഞ്ഞുമാനെ, പൈസ കുറച്ചും കൂടി ആക്കി. കാരണം ഓർക്ക് എന്നോട് ഇഷ്ടമില്ല എന്നിട്ടല്ല, പക്ഷേ നിജ ദുബായിലേക്കലാണ് ഓൽക്ക് ലാഭം. അപ്പോൾ ഓല് പറഞ്ഞുകൊണ്ടേക്കും. അതേ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ പെണ്ണുങ്ങൾ ആ കവറിൻ്റെ ഉള്ളിൽ ഒരു കത്ത് എഴുതിയിട്ട് ഒട്ടിച്ചിട്ട് ആ ഉമ്മാക്കും ബാപ്പാക്കും കാണിച്ചു കൊടുക്കാതെ എഴുതും. ഇതെന്താണ് എഴുതിയിട്ടുണ്ടാകുക അറിയാം? ഇവർ പലതും പറയും, അത് നിങ്ങൾ നോക്കിക്കണ്ട.
നിങ്ങൾ സൗകര്യം ഇങ്ങോട്ട് പോകുന്നേ, ഞമ്മക്കവിടെ പട്ടി കിടക്കാം, എന്നാലും നിങ്ങൾ വരിക വേണ്ട. ആണോ അല്ലേ? പറയും മനുഷ്യന്മാര് അങ്ങനെയല്ലേ? പറയും മനുഷ്യന്മാര്. അങ്ങനത്തെ പെണ്ണുങ്ങളുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളി, അല്ലെങ്കിൽ കാക്ക നിങ്ങളോട് വരാന്നല്ല. അതിനാണ് സ്നേഹം എന്നറിയാം. എനിക്കൊന്നും വേണ്ട, കുറച്ച് പെട്ടിയിൽ കുറച്ച് സാധനം കൊണ്ടുവരട്ടോ, അവിടെയും പടിയും കൊടുക്കാണ്ട്, മറ്റോടത്ത് കൊടുക്കാണ്ട്, മറിച്ചോടത്ത് കൊടുക്കാണ്ട് എല്ലാം പറയും. അപ്പോൾ നിങ്ങൾ കത്ത് ചെയ്തും എന്ത് അങ്ങനെയാണെങ്കിൽ 2 മാസം കൂടി ഞാൻ നിൽക്കും. അപ്പോൾ പെണ്ണുങ്ങൾ പറയും ഓക്കെ, നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും എൻ്റെ ശങ്കരസോ മാസം പറയാൻ എൻ്റെ എല്ലാരോ എന്തെങ്കിലും വിറ്റിട്ട് വാങ്ങിക്കൊടുക്കാം, നിങ്ങളോട് പോയി ഇനി 2 മാസം നിൽക്കണ്ട. നീ പെട്ടി വലിയതാക്കാൻ വേണ്ടി 2 മാസം നിന്നാൽ അപ്പോൾ ഒരു വേറെ എന്തെങ്കിലും പറഞ്ഞ് കത്ത് ചെയ്തു, അപ്പോൾ പിന്നെ 4 മാസമാവും. നിങ്ങളതൊന്നും കണക്കാക്കണ്ട. അതിനൊക്കെ എൻ്റെ പണ്ടത്തിൽ ഏതെങ്കിലും ചെറുത് വിറ്റാണ്ട് നമുക്ക് കോഴിക്കോട്ട് നിന്ന് വാങ്ങാം, നിങ്ങൾ കൊടുക്കാം, എന്നാലും വേണം നിങ്ങൾ വരും. അങ്ങനെ തന്നെയല്ലേ? ഇതല്ലേ സത്യം. എനിക്ക് സ്വർഗമല്ല ലക്ഷ്യം, നരകമല്ല. പിന്നെ എന്താണ്? അല്ലാഹുമ്മ ഇൻ കുന്തു അഅ്ബുദുക, ഞാൻ നിന്നെ ആരാധിക്കുന്നത് ഖൗഫൻ മിൻ നാരിക, നിന്റെ നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ ഫഹരിഖ്നി ബിനാരിക, ഫഹരിഖ്നി ബിനാരി, നാരി ജഹന്നമ, എന്നാ തീയിലിട്ട് കരിച്ചളാ. മനസ്സിലായില്ല? അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻ കുന്തു അഅ്ബുദുക, ഞാൻ നിന്നെ ആരാധിക്കുന്നത് ഖൗഫൻ മിൻ നാരിക, നിന്റെ തീനെ പേടിച്ചിട്ടാണെങ്കിൽ ഫഹരിഖ്നി, നീ എന്നെ കരിച്ചോ ബിനാരി ജഹന്നമ. ഇതാരുടെ വാക്കാണ്? റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. താബിഈൻപെട്ട ആളാണ്. താബിയാണോന്നും പഠിക്കണം. ലാസ്റ്റാണ് ബി പറഞ്ഞ താബിഈൻപെട്ട ആളാണ്. ഉദാഹരണം അബൂ ഹനീഫ തങ്ങൾ താബിഈൻപെട്ട ആളാണ്. ചില റിവായത്തിൽ താബിഈൻപെട്ട ആളുമാണ്. സ്വഹാബികൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ താബിയായിട്ട് പൊതുവേ താബിഈൻപെട്ട ആളായിട്ടാണ് ആരെ കണക്കാക്കാറുള്ളത്? റാബിയത്തുൽ അദവിയ്യയെ. ചിലപ്പോൾ താബിഈൻപെട്ട ആളും ആകാം. അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നത്. നീ ഞാൻ നിന്നെ ആരാധിക്കുന്നത് ത്വമഅൻ ഫി ജന്നതിക, നിന്റെ സ്വർഗത്തിനെ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഫസ്രിഫ്നി മിൻഹാ, ആ സ്വർഗത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. നരകത്തിനെ പേടിച്ചിട്ടാണെങ്കിൽ എന്നെ നരകത്തോട്ട് കരിച്ചാളാ. നീ സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ ആ സ്വർഗത്തിന് എന്റെ പേരാണ് വെട്ടിക്കളാ. അമ്മ ഇദാ കുന്തു അഅ്ബുദുക, ഞാൻ നിന്നെ ആരാധിക്കുന്നത് മിൻ അജ്ലി മഹബ്ബതിക, നിന്നെ ആഗ്രഹിച്ചിട്ടാണ് എങ്കിൽ ഫലാ തഹരിംനി മിൻ റുയത്തി വജ്ഹിക്കൽ കരീം, നിന്റെ ആ വജ്ഹുൽ കരീമിനെ എനിക്ക് തടയരുത് കേട്ടോ, എനിക്ക് ആവശ്യമാണ്. കുട്ടിയൊക്കെ വേണ്ടത് പെട്ടിയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അവർക്ക് ഈ സ്കൂളിൽ കൊണ്ടുപോയി വലിയ ബാച്ച് കെട്ടി വലിയ ആളായി വലിയ പത്രാത്തിന് നടക്കണം. പെണ്ണുങ്ങൾക്ക് വേണ്ടത് പെട്ടിയല്ല. ഞാൻ നിന്നെ ആരാധിക്കണത് തീനെ പഠിച്ചിട്ടാണെങ്കിൽ ആ തീരിട്ട് ചുട്ടാളാ. അതല്ല സ്വർഗം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ആ സ്വർഗത്തിന് നിന്റെ പേരാണ് ഒട്ടിക്കളാ. അതേ സമയത്ത് ഞാൻ അമ്മ ഇദാ കുന്തു അഅ്ബുദുക, ഞാൻ നിന്നെ ആരാധിക്കുന്നത് മിൻ അജ്ലി മഹബ്ബതിക, നിന്നോടുള്ള ഇഷ്ടം മാത്രം, സ്വർഗമല്ല നരകമല്ല എങ്കിൽ ഫലാ തഹരിംനി മിൻ റുയത്തി വജ്ഹിക്കൽ കരീം, ആ കരീമായ നിന്റെ ആ ദാത്ത് കാണുന്നതിനെ തൊട്ട് എന്നെ തടയരുത് കേട്ടോ, എനിക്കത് മതി. അത് സ്നേഹ ആരോട്? റാബിയയുടെ ത്വരീഖത്തുൽ ഇഷ്ഖാണ്. റാബിയയോട് കൂടിയാണ് ത്വരീഖത്തുൽ ഇഷ്ഖ് ആരംഭിക്കുന്നത്, പ്രേമം. ഏകദേശ ത്വരീഖത്തുകളെല്ലാം ത്വരീഖത്തുൽ ഖൗഫാണ്. എന്നാൽ റാബിയയോട് ത്വരീഖത്തുൽ ഇഷ്ഖാണ്. അള്ളാഹിനെ പേടിക്കല്ലുണ്ട്, സ്നേഹിക്കാം. അതിനാണ് നമ്മളെ അള്ളാഹ് പ്രഭാഷണം തുടങ്ങുന്നത്. സത്യം. അതുകൊണ്ടാണ് ഒരിക്കൽ പോലും നരകം പറയാഞ്ഞത്. ഞാൻ ഫലസ്തീനിൽ പോയി, ബഹുമാനപ്പെട്ട മഹദിയെ എൻ്റെ മനസ്സ് നിറയെ അവരോടുള്ള ഫലസ്തീനിലാണ് അവരെ, സൈത്തുൻ കുന്നിലാണ് അവരുടെ ഖബർ. അതായത് സൈത്തുൻ കുന്ന് പറഞ്ഞാൽ നേരെ 4 പർവ്വതങ്ങളുണ്ട്. അതിൽ ജബൽ മോറിയൻ്റെ മുകളിലാണ് എന്തുള്ളത്? ബൈത്തുൽ മുഖദ്ദസ്. നേരെ ഇപ്പുറത്തുനിന്ന് അന്ന് എൻ്റെ കൂടെ ഇല്ല. പിന്നെ ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും കൂടി പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരാം. എല്ലാവരും ഫലസ്തീനിൽ എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ തന്നെ വരണം എന്ന് ഞങ്ങളോട് പറയണം. എനിക്ക് ലാഭം എടുക്കാൻ വേണ്ടിയല്ല,
ഞങ്ങനെ വിചാരിക്കേണ്ട ഉസ്താദ് ലാഭം കിട്ടാനാണ്. അല്ല, എൻ്റെ കൂടെ തന്നെ വരണം. എൻ്റെ കൂടെ വന്നാൽ ഞാൻ ചില അത്ഭുതങ്ങൾ കാണിച്ചു തരും. എനിക്കേ കഴിയൂ. റബ്ബിൻ്റെ വലുപ്പത്തിലല്ല, റബ്ബിൻ്റെ സഹായത്തിൽ വേറെ കഴിയൂലെന്നല്ല. എനിക്ക് അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ അള്ളാഹ് പ്രഭാഷണം 285 ക്ലാസ് എടുത്തില്ല. അതിന് കാരണം റാബിയാണ് റളിയല്ലാഹു അൻഹ. അവരെ ഖബർ സിയാറത്ത് ചെയ്യും. അപ്പോൾ അവരെ പറ്റി പഠിച്ചു. ബൈത്തുൽ മുഖദ്ദസിലിരിക്കുന്ന സമയത്താണ് ഞാൻ കൂടുതൽ അവരെ പറ്റി പഠിക്കാറുള്ളതും. എനിക്ക് വലിയ ഇഷ്ടമാണ് അവരെ. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവരെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ ഈ റാബിയ റളിയല്ലാഹു അൻഹ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ മഹദിയുടെ ത്വരീഖത്തുൽ ഇഷ്ക, അതായത് ഈ മലൻ്റെ മുകളിൽ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൻ്റെ കുബ്ബ നോക്കി കരഞ്ഞ് മരിച്ചതാണ്. ഇഷ്ടം ആരോടുള്ള? അള്ളാഹിനോടുള്ള ഇഷ്ടം. ഇഷ്ടം പ്രേമാണ്, അള്ളാഹിനോട് പ്രേമാണ്. ആർക്ക്? റാബിയക്ക് റളിയല്ലാഹു അൻഹ. എല്ലാം ത്വരീഖത്തുൽ ഖൗഫാണെങ്കിൽ റാബിയയുടേത് ത്വരീഖത്തുൽ ഇഷ്കാണ്. അത് മുതലാണ് ഒരു നിലക്ക്, അത് മുതലാണ് എൻ്റെ മനസ്സിൽ ചേഞ്ച് വന്നത്. ഖബറിനെ പേടിയ ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും ഖബറിനെ പറ്റി വേറെ ഞാൻ പറഞ്ഞിട്ടില്ല. ഖബർ അതൊന്നും എനിക്ക് പേടിക്കേണ്ടിയില്ല എന്ന് എൻ്റെ വിശ്വാസം. അതെന്തുകൊണ്ട് നമ്മളല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഖബർ ശിക്ഷ ഉണ്ടാവില്ല എന്നൊന്നും ഇല്ലയെന്ന് എനിക്ക് വാദമില്ല. അതേസമയത്ത് ഈ ഇവിടെയും കഷ്ടപ്പെട്ട് പിന്നെ അവിടെയും കഷ്ടപ്പെടുന്ന എന്തിനാണ്? ഈ കഷ്ടപ്പെടുമ്പോൾ ആത്മാർത്ഥത പുറത്തിയാൽ മതി. മനസ്സിലായില്ല? ഇപ്പം മഹ്ശറിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആയിക്കോട്ടെ, മഹ്ശറിൽ ബുദ്ധിമുട്ടായിക്കോട്ടെ. ഒറിജിനൽ ഇക്കാമല്ലാത്തവന് ത്രിബിൾ ഞാനെ കണ്ടാൽ പേടിയാവും. മനസ്സിലായില്ല? ജിദ്ദയിൽ ഇറങ്ങി നിന്നപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ ഒറിജിനൽ ഇക്കാമല്ല, ഒരു പോലീസ് കൊണ്ടാണ് എൻ്റെ പേടിയാവും. എൻ്റെ കയ്യിൽ ഒറിജിനൽ ഇക്കാമയാണ്. ഷെയ്ഖ് അവിടുത്തെ ഫഹദ് രാജാവിൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ കഫീൽ. ഒറിജിനൽ ഇക്കാമ നേരെ കൊണ്ടിട്ട് അടിച്ച് നിന്നാണ്. ഈ ബിരുദം ചെല്ലണ്ടപ്പോൾ തന്നെ ആ ഓഫീസർ വരെ എണീറ്റുണ്ട്. കാരണം അത് രാജാവിൻ്റെ ജോലിക്കാരൻ. അങ്ങനെയുള്ള ഇക്കാമുള്ള ആൾക്ക് പോലീസ് വണ്ടി ഉണ്ട്, എന്ത് പേടിയാണ്? ഇപ്പം എന്താ പറയുക, നാർക്കോട്ടിക് സാധനങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നടക്കുന്ന പോലീസുകാരുണ്ട്. അല്ലാഹു തആല അതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ പോലീസുകാർ കാണുമ്പോഴത്തിന് കഞ്ചാവിൻ്റെ വിൽപ്പനക്കാരന് ബേജാറാവും. ആ അങ്ങാടി രുചിയുണ്ട്, എനിക്ക് ബേജാറുണ്ട്. ഈ കഞ്ചാവ് കണ്ടിട്ടില്ല, വലിച്ചിട്ടില്ല കാലം വരെ. പിന്നെ ഇതിന് മേടിക്കുന്നത് എവിടെ എടുക്കേണ്ട പണി ഇവിടെ എടുത്താൽ അവിടെ പേടിക്കണ്ട. അതിനർത്ഥം നമ്മൾ പണിയെടുത്തു എന്നല്ല. അള്ളാഹു അതിലേക്ക് നമ്മൾ എത്തിക്കട്ടെ. അത്ര ദുആയാണ് വേണ്ടത്. പടച്ചോനെ, എനിക്ക് നിൻ്റെ വജഹിന് വേണ്ടി പണിയെടുക്കാൻ കഴിയണേ, അത്ര മതി. പിന്നെ കയ്യലും കയ്യാതിരിക്കലും ഒക്കെ അതെൻ്റെ ആഗ്രഹമാണ്. അത് നടത്തിത്തര ആരാണ്? അള്ളാഹുവാണ്. ഈ ആത്മാർത്ഥമാണ് തേടിയതെങ്കിൽ മരിക്കുന്ന വിജയ് അള്ളാൻ്റെ ആളായി മരിക്കും. പിന്നെന്താ പോലീസ് മലക്കുകൾ കണ്ടാൽ നമ്മളെ കണ്ട് മാറിക്കുന്നല്ലാണ്ട് എന്തൊരു പിടിക്കുന്നു? മലക്കുകൾ തല്ലുന്നു. നമ്മൾ ജീവിതത്തിൽ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്യുമല്ലോ, മനുഷ്യന്മാർ തെറ്റിയില്ലേ? അന്ന് നമുക്ക് എന്തല്ലായിരുന്നു? മനസ്സിലായില്ല? എന്തിനാ നിനക്ക്? നീ റബ്ബിൻ്റെ ആളാണെങ്കിൽ എല്ലാം ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളുടിച്ചില്ലേ? ഒരിക്കൽ നേരെ കണ്ടു. ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് ബദരീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബദരീങ്ങളിൽപ്പെട്ട ചില ആളുകൾ ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങി. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനൊപ്പം നിന്ന് കള്ളുടിച്ചു എന്നല്ല, മദീനയിൽ തിരിച്ചെത്തിയതിന് ശേഷം അവരെന്ത് ചെയ്തു? പിറ്റേ ദിവസം പോയിട്ട് എന്ത് ചെയ്ത്? കള്ളുടിച്ചു. കള്ളു കുടിച്ച ഒരാൾ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണ്. എന്തെങ്കിലും കള്ളു കുടിച്ചറിയുമ്പോൾ റളിയല്ലാഹു അൻഹു മടി. കള്ളു കുടിച്ച ഒരാൾ ആരാണ്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണോ? അടിച്ച് പൂസായിട്ട് കള്ളു കുടിച്ച് ഫുള്ളായി. അലിയാർക്ക് ഹബീബ റസൂലുള്ളാഹി കൊടുത്ത ഒട്ടകത്തെ കുത്തിക്കൊന്നു. അപ്പോഴാണ് എന്ത് ചെയ്ത്? അലിയാർ വരുന്നത്, റളിയല്ലാഹു അൻഹു സയ്യിദുനാ അലി. ഇതിൻ്റെ പുറത്ത് തൊഴിലെടുപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഉപജീവനം നടത്താൻ. ഫാത്തിമ ബീവിനെ കല്യാണം കഴിക്കണം, ഒട്ടകം ചത്തി കിടക്കുക. അപ്പോൾ ആരോ വന്ന് പിന്നെ റസൂലുള്ളാഹ് ഇത് അറിഞ്ഞ റസൂലുള്ളാഹിക്ക് വിഷമായി. അപ്പോൾ ആരോ ചോദിക്കാൻ വേണ്ടി വന്നു. റസൂലുള്ളാഹ് എന്നെ വിളിക്കുന്നുണ്ട്, ഹംസനോട്. നിങ്ങളെ കാര്യം നിങ്ങളൊക്കെ എൻ്റെ ബാപ്പാൻ്റെ
വീട്ടുവാതിൽക്കൽ അടിമകളായി നിന്നവരല്ലേ എന്നോട് വർത്താനം പറയും. നിങ്ങളൊക്കെ ആര്? ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. ആര് പറഞ്ഞ്? പിന്നെ കള്ളൊക്കെ ഇറങ്ങിയപ്പോൾ അന്തം കിട്ടിയപ്പോഴാണ് റസൂള്ള വിളിച്ചിട്ട് അവരെ എങ്ങനെ ഞങ്ങൾ പറഞ്ഞു പാടിച്ചു. അപ്പം റസൂള്ളാൻ്റെ കാലിക്ക് പോയി വീണു. ഫിദാകാബി വ ഉമ്മി. അപ്പോഴത്തേന് ജിബ്രീൽ വന്നു. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വല്ലത്. പിന്നെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. അതുവരെ അള്ളാഹ് ഹറാമാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? അത് മാറ്റി വെക്കേണ്ട ശൈലിയും കാര്യവും അക്കാലത്തില്ല. കാരണം കള്ളു കുടിച്ച് രാവും പകലും പെണ്ണുടിച്ചിരുന്ന ഒരു ജനതയിൽ നിന്നാണ് അവരൊക്കെ വളരുന്നത്. തെറ്റാന്നാണ് മനസ്സിലായ ഉടനെ നിർത്തി. മനസ്സിലാണ്ട് പറഞ്ഞത് പറയും മനുഷ്യന്മാരെ. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം അവർ കള്ളുടിച്ച് പൂസായി നിന്നപ്പോൾ നബി പറഞ്ഞു, നിങ്ങളൊക്കെ കള്ളുടി ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ ബദർക്ക് കൊണ്ടുപോയിക്കോളാം. അങ്ങനെയാണോ? ആണോ? അല്ലെങ്ങായി ബദർ യുദ്ധം കഴിഞ്ഞിട്ടും കള്ളുടിച്ചു. എന്തുകൊണ്ട് കള്ളുടിച്ചു? പറേ, എന്തുകൊണ്ട് കള്ളുടിച്ചു? പറേ. അന്ന് കള്ള് ഹറാമല്ല. ശരി, ഇനി നീയും ഞാനും കള്ള് ഹറാമാണ് എന്നെ. പിന്നെ ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ എനിക്കണത്. ഒരു കാലത്ത് നമുക്ക് അള്ളാഹിനെ പറ്റി പോരല്ല, കള്ളുടിച്ച് നടന്നു. പിന്നെ നിന്റെ ലൈഫിന്റെ പർപ്പസ് നീ മനസ്സിലാക്കി അള്ളാഹിനെ തേടലാണ്, അവന്റെ ഇഷ്ടം അന്വേഷിക്കലാണ് നിന്റെ ലക്ഷ്യം. അത് കണ്ടപ്പോഴത്തിന് ഈ വീണുപോയി. റബ്ബേ എന്നില്ല. പിന്നെ ഈ കരഞ്ഞു, പിന്നെ ഈ പൊട്ടിക്കരഞ്ഞു. വൈകുന്നേരമായാല് പെരപരാന്തരം കക്കാൻ വേണ്ടി നടക്കലൊരു ബീച്ചങ്ങത്തി കൊണ്ട്. അതെന്താ എൻ്റെ പണി? അന്നെനിക്ക് അന്തല്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞു റബ്ബിനെ തിരിഞ്ഞപ്പോ വീണു. റബ്ബേ എൻ്റെ ജീവിതം നശിച്ചുവല്ലോ. റബ്ബേ ഞാൻ പലരും മോട്ടിച്ചല്ലോ. റബ്ബേ ഞാൻ കള്ളുടിച്ചല്ലോ. റബ്ബേ റബ്ബേ. പിന്നെ എൻ്റെ പണി കരയിലാണ്. ആരെ ഓർത്ത്? താൻ ചെയ്ത റബ്ബിന് ഇഷ്ടമില്ലാത്ത താൻ ചെയ്തല്ലോ എന്നോർത്ത് കരഞ്ഞാൽ പിന്നെ റബ്ബെ എങ്ങനെ ശിക്ഷിക്ക? റബ്ബാരാ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആദ്യം നമുക്ക് റബ്ബിനെ തിരിയണം. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇത് അവിടുന്ന് മേറാമെന്ന് ചൊല്ലിത്തരും, നമ്മളും ചൊല്ലും. അവരും മൂരിക്കുട്ടീൻ്റെ കാര്യം ആലോചിക്കും, നമ്മൾ ആടിൻ്റെ കുട്ടീൻ്റെ കാര്യം ആലോചിക്കും. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ ഇത് 3 വട്ടം ചൊല്ലി. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനി ജന്നത അതും 3 വട്ടം ചൊല്ലി. പിന്നെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ അതും ചൊല്ലി. പിന്നെ ആള് ചൊല്ലിക്കൊടുത്ത ആളുടെ ആളാണ് ഞാൻ. ആ ചൊല്ലിക്കൊടുത്ത് എല്ലാവരും പോകണുണ്ടപ്പോഴാണ് ഞാൻ ആ ചൊല്ലി കഴിഞ്ഞോ എന്ന് ആലോചിക്കുന്നത്. എൻ്റെ മനസ്സവിടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വേറൊരുത്തനും ദോഷിയാണ്. ഓന് ഈ അസ്സലുക്കൽ ജന്നത്തെ കേൾക്കാനും അത് പൊട്ടിക്കരഞ്ഞ് ചെല്ലാൻ വേണ്ടി ആ പള്ളിക്ക് തന്നെ റമളാൻ മാസത്തിൽ വരുന്നത്. ഓൻ ഫുൾ ടൈം കള്ളുടിയനായിരുന്നു. ഓൻ മോലിയേര് അവൻ്റെ വീക്ഷണപ്രകാരം കുറ്റം ചെയ്യാത്ത നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ ചെല്ലിത്തരിക, ഞാൻ ചെല്ലുക. അങ്ങനെ തന്നെയല്ല നമ്മൾ അല്ലേ അറിയാം. അപ്പം നമ്മൾ ചെല്ലും. അപ്പം നമ്മളെ മനസ്സ് ഉരുകയാണ്. പഠിച്ചോനെ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ്. ഞാൻ കുടിച്ച കള്ളിന് കൈ കണക്കൂല. ഞാൻ ചെയ്ത തോന്നിയാസത്തിന് കൈ കണക്കും. എനിക്ക് പൂർത്തിയായിരുന്നു. റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ ദോഷങ്ങളെ കരിച്ചിരുന്ന മാസം എന്നാണ്. റബ്ബജി കരിച്ചു തരണം. ആ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നീ ചെയ്താൽ 60 കൊല്ലമല്ല 600 കൊല്ലം കള്ളുടിച്ചാൽ അള്ളാഹ് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിന്ന ആളെയാണ് ആദ്യം കയറ്റുക. അയിലത്തോടരുത്, പുറത്തു പറയണ്ട രഹസ്യ. അയിലത്തോടരുത് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ തൊട്ടുണ്ടോ? അല്ല, നമ്മളൊക്കെ സ്വർഗത്തിൽ പിന്നെ കയറ്റാം. നമ്മൾ സ്വർഗത്തിൽ നിന്ന് എടുക്കാൻ പാടില്ലാത്തൊരു സാധനം എടുത്തിട്ടുണ്ടോ? പഠിച്ചോനെ പറയേ അല്ലാഹു പറയേ സ്വർഗത്തിന് എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടോ? സ്വർഗത്തിന് എന്തെങ്കിലും കട്ടെടുത്ത ആരെ ഈ കൂട്ടത്തിലുള്ളത്? ഒരാളില്ലങ്ങായി. തൊട്ടു പോകരുതട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളൊക്കെ സ്വർഗത്തേക്ക് വരികയാണെങ്കിൽ നേരത്തും അല്ലാഹു തആലക്ക് എന്ത് പറയാ? കയറിക്കോ. ആദ്യം നബി ഒരു നേരത്തെ പടിവെക്കാം. നടക്കൂല, ഇയാളെ പറ്റൂല. ഇയാള് പണ്ട് ഇവിടെ ഞാൻ കയറ്റി നല്ല നിലക്ക് വേണമെങ്കിലും പുറത്തോളി. വലാത്തക്രമ ഈ സാധനം മാത്രം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അതാണ് പരാതി എടുത്ത്. ആ കള്ളിയാണ് ഞാൻ ഇവിടെ നടക്കുന്നത്.
എന്ന് പറഞ്ഞോടെ അള്ളാഹു തആലക്ക്. എടാ, ഒന്നാമത് കയറ്റുന്ന ലിസ്റ്റിൽ ആരാണുള്ളത്? സയ്യിദുനാ ആദം. ആ റബ്ബല്ലേ. ഇജ് സ്വർഗത്തിന് കൊടുത്തില്ലല്ലോ, എന്നാ സ്വർഗത്തിൽ നടയാൻ? നിങ്ങളാരെയും സ്വർഗത്തിന് കട്ടുപാഞ്ഞോ? പറയുന്നായി ഇല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെന്ത് ചെയ്തു? 1000 കൊല്ലം റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതെന്നെ എനിക്കുമുണ്ട്. എൻ്റെ വാപ്പതി പറഞ്ഞു, ജിം പറഞ്ഞു. ആദം നബി അവിടുന്ന് ചെയ്തെങ്കിൽ ഇവിടുന്ന ചെയ്ത്. അള്ളാഹു പാടില്ലാത്തതൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് പിന്നെ അന്തം വന്നു. അന്തം വന്നിട്ട് പിന്നെ 10 മിനിറ്റ് ആയുസ് കിട്ടിയുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് കരിഞ്ഞിട്ടുണ്ട്. എന്ത് ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ റബ്ബേ. അപ്പോഴത്തേന് എനിക്ക് റബ്ബിനെ തിരിഞ്ഞു. റബ്ബിനെ തിരിഞ്ഞാലേ അത് മനസ്സിലാവൂ, അല്ലാതെ പാഠം പഠിച്ചിട്ട് കാര്യമില്ല. 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വാങ്ങി വന്നതിന്റെ പിറ്റേ ദിവസം മൈമൂന വിളിച്ചോടും. കോളേജിൽ നിന്ന് വന്ന നമ്പർ. ഈ ദാറുൽ ഖുർആനിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാറുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ ഓത്ത് പഠിക്കണ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് നല്ല ഖിറാഅത്താണ്. പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴത്തിന് കുട്ടിയത് പഠിക്കും, ഭയങ്കര ഉഷാറായി. അപ്പൊ ഈ പെൺകുട്ടിയെ നോക്കിയിട്ട് ഉസ്താദ് ഞങ്ങളോട് പറയും, ഓളെ കണ്ടു പഠിച്ചോളി, ഓളാണ് പെൺകുട്ടി. അങ്ങനെ ആ കൊല്ലം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മദ്രസക്ക് വിട്ടു. പിന്നെ ഞാൻ കോളേജിൽ ചെല്ലുന്ന കാലത്ത് അവിടുത്തെ നിരീശ്വരവാദി പാർട്ടിന്റെ വലിയ നേതാവാണ് ഇവള്. ഇൻഗ്ലാബ് സിന്ദാബാദ്. ഇതാ നമുക്ക് പണി, തലി തട്ടൊന്നുമില്ല, തിരിഞ്ഞില്ല. ഈ ആൾ ഇവിടെ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് കാണണോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ചേരാളെ. അവൻ ആ പെൺകുട്ടിൻ്റെ പേരിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. ഈ കുട്ടി എന്തായിരുന്നു? 1, 2, 3, 4, 5, 10 ഒക്കെ എന്താണ്? ഫുൾ മാർക്കാണ്. പിന്നെ എന്തുകൊണ്ട്? ഖിറാഅത്തൊക്കെ വടിവത്ത ഖിറാഅത്താണ്. ഉസ്താദ് ഈ കുട്ടിനെ ചൂണ്ടി എന്ത് പറയും? ഓളെ കണ്ട് പഠിക്കേ, ഓളെ മാതൃകയായിക്കോളീൻ. അപ്പൊ ഞങ്ങൾ ഓളെ മുന്നിൽ പേടിച്ചു കിടക്കും, കാരണം ഓൾ വലിയ മതിയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നു. അവസാനം ഞാൻ കോളേജിൽ പിന്നെ മഹാരാജാസ് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ നിരീശ്വരവാദ പാർട്ടിയുടെ ഹെഡ് ബള, തലി തട്ടൊന്നുമില്ല, ബ്ലൗസൊക്കെ ഇട്ട് ഈ ഇൻഗ്ലാബ്. എനിക്ക് കണ്ണു വിശ്വസിക്കാൻ കഴിഞ്ഞ ഓളെ ഞാനത് എങ്ങനെയുണ്ട്? എപ്പടി? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമല്ല, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാകേണ്ട ആവശ്യമല്ല. കൽബിൽ ആരെത്തണം, നിന്റെ ജീവിത ലക്ഷ്യം എന്ത് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ക്ലാസ്സിൻ്റെ ഒക്കെ ലക്ഷ്യം. നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ കണ്ടെത്തണം. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് കരഞ്ഞു അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കാണ്. ലൈഫിൻ്റെ പർപ്പസ് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എന്താ നമ്മുടെ ജീവിത ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം സ്വർഗവുമല്ല നരകവുമല്ല, അല്ലാഹു റസൂലുമാണ്. അല്ലാഹു തആല അതിൻ്റെ കൂടെ നമുക്ക് തൗഫീഖ് തരട്ടെ. അതന്നെ, വേറൊന്നുമില്ല. അതിനെ ഉപയുക്തമായ പലതും നമ്മൾ ചെയ്യും. അതിനുപയുക്തമായതെല്ലാം നമ്മൾ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, അതിന് പള്ളി ഉണ്ടാക്കും, പള്ളി പൊളിക്കും. മസ്ജിദ് നബവി ഉണ്ടാക്കിയവർ തന്നെ മസ്ജിദ് പൊളിച്ചു. മനസ്സിലായില്ല? അള്ളാഹുവിനെ കണ്ടെത്തുന്നതിൽ തന്നെ ഉപകരിക്കുന്ന പള്ളി ഉണ്ടാക്കി, അതിനെതിരായ പള്ളി പൊളിച്ചു. മസ്ജിദ് നബവി ഉണ്ടാക്കിയവരാണ് എന്ത് പൊളിച്ചത്? മസ്ജിദ് നബവി ഉണ്ടാക്കാൻ കൂടിയവരാണ് പിന്നെ എന്ത് പൊളിച്ചത്? മസ്ജിദുൻ നബവി ഉണ്ടാക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ് പിന്നെ എന്ത് പൊളിച്ചത്? മസ്ജിദുൽ നിറാർ പൊളിച്ചത്. രണ്ടിനും ഖുർആൻ മസ്ജിദ് തന്നെ പേരിട്ട്. ഒന്നിന് മസ്ജിദുൽ നിറാർ, ഒന്ന് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. എന്നാലും ഖുർആൻ രണ്ടിനും എന്താ പറഞ്ഞത്? മസ്ജിദ്. മനസ്സിലായില്ല? ഒന്നിന് മസ്ജിദു തഖ്വ,
ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മേൽ അസ്തിവാരമിട്ട പള്ളി. മറ്റേത് മസ്ജിദുൽ നിറാർ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പള്ളി. അപ്പൊ രണ്ടിനും പേരൻ തന്നെ പള്ളി. ഒന്ന് സ്വഹാബികൾ ഉണ്ടാക്കി, ഒന്ന് സ്വഹാബികൾ തന്നെ പൊളിച്ചു. ഒന്ന് അള്ളാഹുവിനെ കണ്ടെത്താൻ ഉപകരിക്കും, ഒന്ന് അള്ളാഹുവിനെ കണ്ടെത്തുന്നവരെ ശല്യപ്പെടുത്തും. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എന്ത്? അള്ളാഹുവിനെ കണ്ടെത്തുക. അതന്നെ വലിയ വലിയ ആളുകളൊക്കെ ഒരജ്ജനവും അതിനപ്പുറത്ത്. എന്തുകൊണ്ട്? അപ്പോഴേ എൻ്റെ ആ തീർപ്പം നിലക്കുള്ളൂ. കൊല്ലങ്ങൾ അജ്ജനോ ചെയ്യാൻ സാധാരണയാവും. ഒരജ്ജനവും പിന്നെ അത്രേ ബാധ്യതയുള്ളൂ. നബിയും അങ്ങനെ ചെയ്തത്, റസൂലുള്ളാഹി ചെയ്ത് ഒരജ്ജാണ്. അങ്ങനെയും പിന്നെ കൊല്ലം കൊല്ലം പോവില്ല. ചിലപ്പോൾ അജ്ജിനോട് സഹായിക്കും, പൈസ ഇല്ലാന്ന് ചിലപ്പോൾ ഒരാൾ അജ്ജിന് പറഞ്ഞേക്കും, അജ്ജിനൂല. എല്ലാ കൊല്ലം പോയാൽ പിന്നെ അവനൊരു ഏർപ്പാടായി. പിന്നെ അവൻ്റെ പണി മീനായിലെ ടെൻറ്റിൽ വർത്താൻ പറഞ്ഞു തിരക്കിലിരിക്കും. അവൻ മസ്ജിദ് ഖൈഫൊന്നും കാണാൻ നേരം ഉണ്ടാവില്ല. അവൻ അവിടെ UDF LDF AP പറഞ്ഞ നേരം കഴിക്കും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മസ്ജിദ് ഖൈഫിൽ ജമാഅത്തിൽ സയ്യിദുനാ ജിബ്രീലിനെ പോലും പ്രതീക്ഷിക്കും. മസ്ജിദ് ഖൈഫിൽ അല്ലാഹു തആല എന്തുകൊണ്ട് എനിക്ക് ഒന്നും കൂടി ഹജ്ജിനാൻ ബോധ്യമുണ്ട്. എന്തുകൊണ്ട്? ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന പല ബോധവും ഹജ്ജ് ചെയ്യുന്ന സമയത്തില്ല. ഞാൻ അവസാനമായി ഹജ്ജ് ചെയ്യുന്നത് 2004 2 ഹജ്ജ് ചെയ്തു. 4-5 20 കൊല്ലമായി. അപ്പം അന്ന് ഈ ബോധമല്ല, ചെറുപ്പല്ലേ. ചിന്തിക്കുക, നമുക്ക് ബോധം തരച്ചേ. ബോധത്തിൽ അവിടെ പോയി നിൽക്കണം. കൊല്ലം പോയാൽ എന്താ മനസ്സിലായില്ലേ? കൊല്ലം എല്ലാ മാന്മാരും അങ്ങനെ. ചിലപ്പോൾ 10-20 കൊല്ലം ഒരു കൊല്ലം കൂടി പോകും. പലരും ഒറ്റ ഹജ്ജ്, ചില 1-2 ഹജ്ജ്. ആയുസ് എല്ലാ കൊല്ലം പോകാൻ ഇവർക്ക് ആളുണ്ടാവും. സ്ഥലങ്ങളൊന്ന് പോന്നാൽ മതിയറി ഒരു പോകില്ല. എന്തേ? അത് സർവ്വസാധാരണമായ പിന്നെ അത് ഒന്ന് ഏർപ്പാടായി. പിന്നെ അവിടെ പോയാൽ ഒരു പ്രത്യേകത ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. പിന്നെ സൊറവർച്ചിലായിരിക്കും. അതേ സമയത്ത് ഒരു വട്ടം പോകുമ്പോൾ 1 മിനിറ്റ് വെറുതെ കളയില്ല. ദുആയും ഇബാദത്തും അല്ലാത്തൊരു പണി ഉണ്ടാവില്ല. ആരെങ്കിലും വർത്താനത്തിന് നന്നാ മുണ്ടാതെ അപ്പുറത്തേക്ക് പോകും. എന്തേ? ഇത് മിനയാണ്, ഇത് മസ്ജിദ് ഖൈഫാണ്, ഇത് മറ്റേതാണ്, ഇത് മറിച്ചതാണ്, ഇത് അറഫയാണ്. ബോധം ഉണ്ടാവും. മറ്റേത് അറഫയിൽ കയറിയ അങ്ങനെ കല്ലം നമ്മളാ കഴിഞ്ഞ കൊല്ലം വന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ അല്ലേ എന്നറിയാൻ വേണ്ടി അതിന് നോക്കാൻ പോകും. പിന്നെ ഓൻ എന്താ അറിയുന്നറിയാം? എവിടെയൊക്കെയാണ് അൽമറായിൻ്റെ പാൽ കൊടുക്കുന്നത്, എവിടെയൊക്കെയാണ് അൽസാഫിൻ്റെ ജ്യൂസ് കൊടുക്കുന്നത്, അതോനെ അറിയും. എവിടെയാണ് രാജാവിൻ്റെ വക പിന്നെ കണ്ടെയ്നർ കൊടുക്കുന്നത്. ഒട്ടകത്തിൻ്റെ മന്തി ഉണ്ടാക്കിയിട്ട് കണ്ടെയ്നറാക്കി കൊടുക്കും. അതിൻ്റെ സ്ഥലം നോക്കി പണിയായിരിക്കും. ഏത് നേരത്ത്? ഹജ്ജിൻ്റെ അറഫയിൽ ഇങ്ങനെ നടക്കും. പിന്നെ വന്നവർ പറയും കഴിഞ്ഞെല്ലാം വരുമ്പോൾ ആ ഭാഗത്ത് ഭയങ്കര രാജാവിന്. ഇപ്പൊ ഒന്നുമില്ല, രാജാവിനെ തൊലഞ്ഞാൻ തോന്നുന്നു. ഇത് നോക്കണ പണിയാണോ? മറ്റൊന്നും അറിയില്ല. കുറച്ചു നേരം ദ്വാർക്കും, പിന്നെ വൈകുന്നേരമായ കടലിൽ കുറച്ച് നടക്കും. അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാ? ഞാൻ കണ്ട വലിയൊരു ശതമാനം തുറ പറയുന്ന നേരം അറഫയിലെ ഏറ്റവും പ്രധാന സമയം അസ്തമിക്കുന്നതിന് മുമ്പാണ്. അതൊരു മുതല. അതിന് കുറച്ച് വന്ന ഉടനെ തന്നെ കുറച്ച് നിസ്കരിച്ച് കുറച്ച് ദ്വാരം ഖുർആൻ ഓതിയാണ്, പിന്നെ കുറച്ച് കടന്നുറങ്ങി കുറച്ച് തിണ്ടി അടക്കും. പ്രധാനപ്പെട്ട സമയം ഏതാ? അസ്തമിക്കാൻ തൊട്ട് മുമ്പ്. മഗ്‌രിബ് പിന്നെ അവിടെ നിസ്കരിക്കും ചെയ്യരുത്, നേരെ മുസ്ദലിഫിലേക്ക് പോകണം. മനസ്സിലാണ്ട് പറഞ്ഞു ഒക്കെ വിട്ടും. ആദ്യം ചെല്ലുന്ന സമയത്ത് നമുക്ക് ഓരോന്നും ഉണ്ടാവും. സാധനം ഞാൻ അടുത്ത എന്താണ്, എങ്ങനെ ചെയ്യേണ്ടത്, മറ്റ് ഒക്കെ ഇതിനേക്കാൾ നല്ലതുണ്ടോ, ഞാൻ അങ്ങനെ മനസ്സിലാക്കി എല്ലാം ചോദിക്കാൻ അന്വേഷിക്കാനും ചെയ്യാനും ആഗ്രഹം ഉണ്ടോ. ആരെങ്കിലും ഭിക്ഷക്കാരൻ വന്നാൽ വല്ലതും കൊടുക്കും. പിറ്റത്തെ 4 കൊല്ലമായ പിന്നെ ഇവർക്ക് തന്നെ ഏർപ്പാട് അറിയും. അവിടെ ഇട്ടോ സാധുക്കളെ മനുഷ്യന്മാരെ നിന്നിക്കും. മനസ്സിലാണ്ട് തന്നെ അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതന്നെ നമുക്കെന്താ വേണ്ടത്? നമ്മളെ ഖൽബ് നന്നാവണം. പല മഹാന്മാരും അതൊറ്റേ ഉള്ളൂ.
കാരണം എന്നിട്ട് അതങ്ങനെ കൽബിൽ നിലനിർത്തും. കഅബാലയം എല്ലാ കൊല്ലം കണ്ടാൽ എല്ലാ മാസവും ഉംറക്കോണ പണി എനിക്ക്. കഅബാലയം കണ്ടപ്പോഴത്തേന് മരിച്ചുപോയ മനുഷ്യന്മാരുണ്ട്. അള്ളാഹിൻ്റെ വീട് ഇറങ്ങും ബോധം കിട്ടു പോകണം, മരിച്ചു. അങ്ങനത്തെ ആളുകളെ താരിയാക്കുന്നത് എന്ത് എവിടുന്നോ വരികയാണ്. അള്ളാഹിന്റെ വീടാണ്, കണ്ട കാഴ്ചയിൽ ബോധം കെട്ട് വീണു. ആ ഉംറ പൂർത്തിയാക്കിയില്ല, മരിച്ചു. അപ്പൊ തന്നെ അങ്ങനത്തെ ആളുകളെ താരിയൊക്കെ കണ്ടിട്ടുണ്ട്. ഒറ്റ വട്ടം കണ്ടപ്പോഴത്തേനും വീണ് മരിച്ചു. അവരെ മനസ്സിന് അവർ ആക്കിക്കൊണ്ട് അത്രയും വലിയ അല്ലാ ഞാൻ ഇവിടെ എത്തിയാലോ അത് ഹൃദയം പൊട്ടിപ്പോയി. അത് അത്രയും വലിയ ചില സന്തോഷങ്ങളും ചില ദുഃഖങ്ങളും മനസ്സിന് താങ്ങാൻ ഒരിക്കലും കഴിയില്ല. അവിടെ വീണ് മരിച്ചു. അങ്ങനത്തെ ആളുകളുണ്ട്. ആ മനുഷ്യൻ എന്തിനാ ഉംറ പൂർത്തിയാക്കണം? ഉടലോടെ അള്ളാഹിന്റെ ഹളറത്തിനെത്തിയെ ഓൻ ആരെയാണ് മാറ്റപ്പെടുത്തിയത്? അള്ളാഹുവിന്റെ വീടിനെ ഒറ്റ വട്ടം കണ്ടിട്ടുള്ളൂ. സ്ഥിരം നമുക്കത് ഏർപ്പാടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കഴിവാ? നിങ്ങൾ നേരെ ഏറാൻ കെട്ടിയിട്ട് നേരെ ജിദ്ദയിൽ വന്നിട്ട് നേരെ മക്കത്തെ റൂമിൽ പോയി ഒന്ന് കുളിച്ച് കിടന്നുറങ്ങും. അല്ല, ഉംറ പൂർത്തിയാക്കണ്ടേ? ഞാൻ ഇപ്പം കഴിഞ്ഞ 15-ാം തീയതി ഇവിടുന്ന് പോയത് അറിയും. ഉംറ പൂർത്തി നിങ്ങൾ ഉംറ ചെയ്തില്ല, ഉംറ ചെയ്തില്ല, അതിപ്പോൾ എന്താ ഒന്നുമല്ല, ലക്ഷം നേരം കിടക്കട്ടെ. അപ്പം കഴിഞ്ഞ 15-ാം തീയതി ഇവിടുന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു ഓക്കും ഒന്ന് പോരാണ്. അപ്പോൾ നമ്മൾ പിന്നെയും ഒന്നും അടിച്ച് വന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം ഇനിയും വരും. അപ്പം ഇനി ഉംറ പൂർത്തിയാക്കാതെ കടന്നുറങ്ങിയാലും കുഴപ്പമൊന്നും ഇല്ല, നമ്മത് സർവ്വസാധാരണ. ആസിലൊരു ഉംറക്ക് പോകുകയാണെങ്കിലോ, ഒരു സാധുവായ പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു ഭർത്താവ് മരിച്ചൊരു സാധുവായ ഒരു സ്ത്രീ നമ്മുടെ ഗ്രൂപ്പിൽ പോയി. ഈ അടുത്ത കാലത്തിൻ്റെ ഒരു സംഭവം. അങ്ങനെ റൗദയിലേക്ക് കിട്ടി. റൗദയിൽ കയറിയപ്പോൾ കണ്ണിങ്ങനെ കുത്തുന്ന വെളിച്ചം റൗദൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ അടിക്കുക ഈ പെണ്ണിൻ്റെ മുഖത്തേക്ക്. കണ്ണെടുക്കാൻ കഴിയില്ല, ആജാതി വിളിച്ചു. തിരിച്ചു വന്നപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ ആരും ലൈറ്റ് കണ്ടിട്ടില്ല. ഈ പെണ്ണെ കണ്ടിട്ടുള്ളൂ. അത് ഈ പെണ്ണിൻ്റെ അനുഭവം. അത് എവിടുന്ന്, അതാരാ അതിന് കാരണക്കാരൻ? അല്ലാഹുവും റസൂലും ഈ പെണ്ണിനെ അംഗീകരിച്ചതാണ്. കൂട്ടത്തിൽ വേറെ ആളുണ്ട്, അങ്ങനത്തെ ലൈറ്റ് ആരും കണ്ടിട്ടേ ഇല്ല. അതിൻ്റെ അത് ആഗ്രഹമാണ്, ആ പെണ്ണിന് ഇഷ്ടമാണ് അള്ളാഹ്. അപ്പൊ അതിന്റെ കൽബ് എവിടെയാ? ഇനി ഒരു ഉംറ എനിക്ക് ഉണ്ടാവില്ല, കാരണം ഇതന്നെ ആരൊക്കെയോ തൊപ്പിച്ചതാണ്. നിന്റെ ജീവിതത്തിൽ ഉംറൊന്നും ഉണ്ടാവില്ല. ആ ഇരിക്കണ കുറഞ്ഞ നേരാണ് റൗളയിൽ കിട്ടുന്നത്. അപ്പൊ കൽബ് അങ്ങോട്ട് പൊട്ടിപ്പോയി. അപ്പോൾ നിന്നെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള അടയാളം അതിന് ഇൻഡിവിജ്വലായി എവിടുന്ന് കിട്ടി? ആ റൗള കിട്ടി. ആ വെളിച്ചം ഒരാൾ കാണും, ഒരാൾ കാണൂല്ല. മനസ്സിലാവേണ്ട പറഞ്ഞ ആ ഒരാൾ കാണും, ഒരാൾ കാണൂല. അപ്പൊ അത് അവരെ ആത്മാർത്ഥതയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടെത്തലാണ്. അതിനേക്കാൾ വലിയ നന്മയില്ല. അതാണ് ഏറ്റവും നന്മ. അതില്ലെങ്കിൽ പരാജയ. നമ്മൾ നിസ്കരിച്ച് നടന്നാൽ നിസ്കരിക്കാം, നല്ല കാര്യമാണ്. മന്ദം കൂലിട്ട് കലക്കാതെ വെണ്ണ കിട്ടൂല, പക്ഷെ വെണ്ണെടുക്കാതെ പോകരുത്. നമ്മൾ കുലുക്കി. വലിയമാനോട് ചോദിച്ചു, വലിയമേ എത്ര നേരം കൊണ്ട് വെണ്ണ വരും? അതിന് അരമണിക്കൂർ ഇങ്ങനെ ആട്ടിയാ വരുന്നത്. നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു, നമ്മൾ പോയി വെണ്ണ വന്നോ ഇല്ല നിജ് നോക്കിയില്ല. ഇന്ന് 20 റക്അത്ത് നിസ്കരിച്ചു, നാളെ 20 10 ദിവസം കഴിഞ്ഞപ്പോൾ 600. ഇപ്പം നമ്മൾ എത്ര കഴിഞ്ഞു? 220 റക്അത്ത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ അടക്കം. തറാവി മാത്രം, മറ്റു നോക്കണ്ട. മന്ദംകൊല്ലിട്ട് കടയാ. വെണ്ണ ആരും ഇതിലെടുത്തിട്ടില്ല. വെണ്ണ എടുക്കുന്നവരുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്താണ് വെണ്ണ? അള്ളാഹുവിനെ കണ്ടെത്തലാണ്. അള്ളാഹുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ദോഷിയാവില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ആ മനുഷ്യൻ ദോഷിയാവില്ല, ദോഷിയാകേയില്ല, ഒന്നും കഴിയില്ല. പിന്നെ ആ ദോഷം ഓർക്കുന്നത് പോലും അഗ്നിയിൽ ചാടാൻ, അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം രണ്ടാമത് അഗ്നിയിൽ ചാടാൻ അവനെ നിർബന്ധിക്കുന്നത് പോലെ തോന്നും. ചില വയസ്സന്മാർ സിനിമ നിർത്തും.
പക്ഷെ പഴയ കാലത്ത് ആ സത്യൻ്റെ ചാട്ടവും മാതര് മോതല്ലേന് എന്നറിയും. ഇപ്പം 10-60 വയസ്സായി. ഇപ്പം സിനിമക്കൊന്നും പോകില്ല. മറ്റേ ഒരു ചെക്കന്മാർ സിനിമയും കണ്ടുവരികയാണെങ്കിൽ നിങ്ങളോട് വരെ ഞങ്ങൾ സിനിമയും കണ്ടുവരികയാണ്. ആ മോഹൻലാലിൻ്റെ സിനിമ എന്ത് മോഹൻലാൽ, അതൊക്കെ മുതൽ നമ്മളെ സത്യൻ്റെ സിനിമയാണ്. നസീറിൻ്റെ സത്യൻ്റെ ഓരൊക്കെ അല്ലടാ മുതൽ. അതിനൊക്കെ ആ സത്യൻ്റെ ഒക്കെ ഒരു ചാപ്പിനെ അതൊക്കെ അല്ലടാ മുതൽ. ഇത് പറഞ്ഞു ഒത്തിരിക്കുക തൂബ ചെയ്ത് കഴിഞ്ഞിട്ട്. മുപ്പരിപ്പോൾ തൂബ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, സിനിമക്ക് ഞാൻ പോകില്ല. വെണ്ണപ്പളം കിട്ടിയില്ല. വെണ്ണ കിട്ടിക്കണമെങ്കിൽ മൂപ്പര് പിന്നെ സത്യൻ്റെ സിനിമ കണ്ടു ഓർക്കാൻ മുമ്പ് കഴിയില്ല. ഈ രണ്ടാമത് തീന്ന് രക്ഷപ്പെട്ട ഒരാളെ ഇനി ഒരാളെ തീയിലേക്ക് വലിക്കുമ്പോൾ തോന്നും ആ തെറ്റൊന്ന് ഓർക്കാൻ. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പോഴും ആ തെറ്റ് പറഞ്ഞ് രസിക്കുക. അക്കാലത്തെ നടീനടന്മാരെ ചൊറുക്കും അവരെ ഭംഗിയും പറഞ്ഞ് രസിക്കുക. തന്ത 75 വയസ്സായി. അപ്പൊ പണി എന്തേ, മന്ദകോല്. മുപ്പര് പള്ളീൻ്റെ പ്രസിഡന്റാണ്. മന്ദകോലിട്ട് തിരിക്കുന്നുണ്ട്. എന്തില്ല, വെണ്ണ കിട്ടൽ റബ്ബിനെ കണ്ടെത്തലാണ്. നരകമല്ല സ്വർഗമല്ല. നമുക്ക് റബ്ബിനെ കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബിനെ കണ്ടെത്തുന്ന വഴി പോകണം. ഓർക്കണം, ചില സമയത്ത് ചില സന്ദർഭങ്ങളെ ഓർത്താൽ റബ്ബിനെ കണ്ടെത്തും. ചിലപ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തു ജലീയായ അനുഗ്രഹങ്ങൾ എത്രയാണ്, അതൊന്ന് ഓർത്താൽ പോരെ. ജലീയായ അനുഗ്രഹങ്ങൾ എത്രയാണ്. ഇന്നലെ ഞാനും ഈ ഇവനും വരിക, പാലക്കാട് നിന്ന് വരിക. അപ്പോൾ ജാബിർ എന്നോട് പറഞ്ഞു, ഒരു തണ്ണിമത്തത്തിനെ പറ്റി പറഞ്ഞു. പിന്നെ ഞാൻ രാത്രി ഏകദേശം ആ തണ്ണിമത്തത്തിനെ പറ്റി ആലോചിച്ചു. അതായത് ഒരു തണ്ണിമത്തന്നെ ഒരു റൂമിൽ നിന്ന് പൊട്ടിപ്പോയി. എന്നിട്ട് ആ വീട്ടുകാരത് അടിച്ചു വരാൻ നേരം വൈകിയതിന് നോക്കുമ്പോൾ പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ ആ മുറി ആകെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അനുഗ്രഹം എത്രയാ. മരുഭൂമി പോലത്തെ തീ വെയില, അതിൽ അല്ലാഹു തആല ആ സാധനത്തിൽ ഒതുക്കി വെച്ച വെള്ളം എത്രയെന്ന് ആലോചിച്ച് നോക്കുക. സത്യല്ലേ? എവിടുന്ന് അത് വരുന്നത്? അതിൻ്റെ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം? എന്തിനുള്ളിൽ? ആ തള്ളിവളത്തിൻ്റെ ഉള്ളിൽ. സത്യല്ലേ? അതാണ് കഴിച്ചാൽ ദാൻ തീരല്ലേ. ഇത് തീ പോലത്തെ തീയെന്നല്ലേ അള്ളാഹ് സംരക്ഷിച്ചു കൊണ്ടുവരുന്നത്. അതിലെ വെള്ളം കാരണം അമിതമായി വെയിൽ കെട്ടിയാൽ പൊട്ടത്. കാരണം പിന്നെ ആ വെള്ളത്തിന് അവിടെ നിൽക്കാൻ കഴിയില്ല, ആ വെള്ളം പൊട്ടിയത് പോകും. ആ തണ്ണിമത്തത്തിനെ പറ്റി ആലോചിക്കുക. നമ്മൾ വൈകുന്നേരം നോമ്പിന് കഴിക്കുന്ന ഈ തണ്ണിമത്തത്തിനെ പറ്റി ആലോചിക്കുക. അതിനെ മാത്രം ആലോചിക്കുക. അനുഗ്രഹം എത്രയാണ് അതിൻ്റെ അനുഗ്രഹം, എന്തൊക്കെയാണ് മനസ്സിലാവേണ്ടത്. എത്രയാണ് അനുഗ്രഹം, അല്ലാഹുവിൻ്റെ അനുഗ്രഹം എത്രയാണ്. ഒരു തുള്ളി വെള്ളം വേനലിച്ച് പാരുന്നില്ല. അതേ സമയത്ത് നിന്റെ തെങ്ങ് കായ്ക്കും. ആ തെങ്ങിൽ നിറച്ചെന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. തേങ്ങയിൽ കരിക്ക്, ഇളനീര് ആണ് പൊട്ടിച്ചാ എത്രയാ വെള്ളം. പരിസരത്ത് എവിടെയും കിണറില്ല, വെള്ളമില്ല. ഇതെവിടെ ഉണ്ടായി? മനസ്സിലാണ്ട് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് തന്നെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലാഹുക്ക് കഴിയാത്തൊന്നും. അങ്ങനത്തെ റബ്ബാണ് നമ്മൾ റബ്ബ്. പിന്നെന്താ പേടിക്കണം? പിന്നെന്താണ് പേടിക്കണം? ഒരാൾ നരകത്തിലേക്ക് തെറ്റ് ചെയ്തു. പക്ഷെ അള്ളാഹിനെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമില്ല. അങ്ങനെ അയാൾ അള്ളാഹിനെ കോടതിയിലെത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞു, പിന്നെ ഞാൻ നിനക്ക് എന്താ വിധിക്കേണ്ടത്? ആരോട്? ഈ മനുഷ്യൻ, ഞാൻ തെറ്റുകാരനായി മനുഷ്യൻ അള്ളാഹിനെ കോടതിയിലെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയാൾ വിളിച്ചു, എന്താണ് ഞാൻ നിനക്ക് വിധിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, റബ്ബേ എന്ത് വെച്ചാലും വേണ്ടില്ല, ഇതിൻ്റെ റബ്ബാണ്, ഞാൻ നിന്റെ എതിരി ചെയ്തതാണ്. എന്ത് വിളിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. ഇതിൻ്റെ റബ്ബല്ലേ, ഇന്ന് വരെ ഞാൻ അനുഗ്രഹം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് എന്ത് വിളിച്ചാൽ ഞാൻ തൃപ്തിപ്പെടും. കാരണം ഞാൻ അർഹനുമാണ്. എൻ്റെ റബ്ബിനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ റബ്ബ് പറഞ്ഞു, എന്നാ ഞാൻ നിനക്ക് ഖളൈതുലക ബിന്നാർ, ഞാൻ നിനക്ക് നരകം വിളിച്ചു.
അപ്പോൾ ഫലമ്മാ സമിഅ ഇസ്മ റബ്ബിഹി ഖലാഅഹു ബിന്നാർ, ഇയാൾക്ക് നരകമാണ് വിധിച്ചത് എന്ന് റബ്ബിൽ നിന്ന് കേൾക്കുന്നത് പാതി ഫഫറ ഇലാ ജിഹത്തിൻ നാരി, ഒറ്റപ്പാച്ചിൽ എങ്ങോട്ട്? നരകത്തിന് വന്ന് ഫവഖഅ ഫിഹാ, അതിലേക്കും ചാടും. ഫലമ്മാ വഖഅ ഫിഹാ ഖമദത്തിൻ നാർ, ആ ഭാഗത്ത് നരകം കിട്ടും. എന്തുകൊണ്ട്? ഇയാൾക്ക് ആരിഷ്ടമാണ്? അള്ളാഹ് ഇഷ്ടം. അള്ളാഹു തആല അങ്ങനത്തെ ദോഷമൊക്കെ അള്ളാഹിന് ഇഷ്ടമുള്ള ദോഷമായി രക്ഷപ്പെടും. അള്ളാഹു ആ ബോധം നമുക്ക് തരട്ടെ. എന്താണ് വാക്ക്? മുസ്തഫ നബി പറഞ്ഞതാ, എന്ത് വിധിക്കും എന്ത് വെച്ചാൽ എനിക്കിഷ്ടം, ചിന്റെ റബ്ബ എന്ത് വെച്ചാൽ ഇഷ്ടം. അപ്പൊ റബ്ബ് പറയും, ഞാൻ നരക വിധിക്കണം. ആയിക്കോട്ടെ റബ്ബ്, ചിന്റെ റബ്ബല്ലേ, എന്ത് വെച്ചാൽ എനിക്ക് ഹൈറുണ്ടാവും. എന്നിട്ട് അയാളെ ഇങ്ങോട്ട് പായും, നരകത്തിന്റെ പാഞ്ഞിട്ട് ഒറ്റച്ചാട്ടം നരകത്തിലേക്ക്. ഹമിദത്തിൻ്റെ നരകം കിട്ടും, ആ സെക്കൻഡ് നരകം കിട്ടും. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരാളെ കരിക്കാൻ നരകത്തിന് അവകാശമില്ല. അവിടെയാണ് കണ്ടെത്തേണ്ടത്. അതാണ് പർപ്പസ് ഓഫ് യുവർ ലൈഫ്. തന്നെ തേടി നടക്കുന്ന ഒരു മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ്റെ അടുത്തേക്കല്ലാതെ ആരടുത്തേക്കാണ് ജിബ്രീൽ വരിക? സയ്യിദ്നാ ജിബ്രീൽ വെറുതെ വന്നല്ല. അത് കണ്ടെത്താണ് ഈ പുസ്തകം. 40 വയസ്സിന് മുമ്പുള്ള നബിയെ കണ്ടെത്തലാണ് നിറവ്. 40-ന് ശേഷം ഇതിൽ കുറഞ്ഞ ഭാഗങ്ങളുള്ളൂ. ആയിഷ ബീവിയുടെ വിവാഹം പോലത്തെ കാര്യങ്ങൾ എഴുതി പറഞ്ഞിട്ടുള്ളൂ, പ്രശ്നമുള്ള ഏരിയകൾ മാത്രം തന്നെ. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ ചേർത്ത് തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മകളുടെ പ്രസവം റാഹത്താവാൻ വേണ്ടി പൈസ നിയത്താക്കിയിരുന്നു. പൈസ പ്രസവം റാഹത്തായി കൊണ്ടോട്ടിയിലെ സഹോദരി 1500 രൂപ ദാറുൽ ഖുർആനിലേക്ക് നേർച്ചയാക്കിയിരുന്നു. അല്ലാഹു തആല സാലിഹായ കുട്ടിയും ഖൈറും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഖദീജ ആലുവ പെട്ടിയിലെ പൈസ 1260, ഉമ്മയുടെ പെട്ടിയിൽ നിന്ന് 550 എല്ലാം ദാറുൽ ഖുർആനിലേക്ക് അയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖ സ്വീകരിക്കട്ടെ. അല്ലാഹു സദഖ സ്വീകരിക്കട്ടെ. CMK തങ്ങൾ പാലക്കുറ്റി ദാറുൽ ഖുർആനിലേക്ക് പെട്ടിയിലെ പൈസ ആയിരിക്കും എത്രയെന്ന് അറിയില്ല മോനെ. അതിൻ്റെ റെസിറ്റ് തങ്ങളെ പേരിൽ എഴുതിയിട്ട് പിന്നെ അവിടെ സലീമിൻ്റെ കയ്യിൽ കൊടുത്താൽ. എല്ലാവരും അല്ലാഹു സ്വീകരിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولآبائنا ولأمهاتنا الذين سبقونا بالإيمان. നമ്മളെ അമ്മയും ബാപ്പയും പഠിച്ചതിൻ്റെ കാല് ഭാഗം എപ്പോഴും പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ ഉമ്മാൻ്റെ ഒരു തവക്കുൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ഇത്ര പഠിച്ചിട്ടും കാര്യമില്ല. ഉമ്മാക്ക് ഓത്തൊള്ളിയിലെ പഠിപ്പാ 2-3 കൊല്ലം ഓതി പഠിച്ച് നിർത്തിയതാ. പക്ഷെ ഉമ്മാൻ്റെ ഒരു തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒരു മുതല്ല, ഭയങ്കര തവക്കുല. അവരൊക്കെ മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എന്താ പഠിച്ചാലാണ് വിധിക്കണത് അതാണ് നടക്കും. ഈ ജിണ്ടാതെന്ന് എന്തൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഉമ്മ പറയും, എന്താ റബ്ബ് വിധിക്കുന്നത് അതാണ് നടന്നോട്ടെ, ചിമിട്ടടക്ക്. അല്ലാഹു തആല അവരൊക്കെ മുമ്പിലിരിക്കണം. നമ്മളൊക്കെ നമുക്ക് ബഹള് പറയാം, ബഹളിങ്ങനെ പറയാം, എന്നിട്ട് കോയിറച്ചി തിന്ന കവർ വാങ്ങി നടക്കാം നമുക്ക്. അവരങ്ങനെയല്ല. എൻ്റെ ഉമ്മക്ക് കവറുമില്ല, ഒന്നുമില്ല. എൻ്റെ ഉമ്മനെ വരെ എങ്ങനെയാണ്, എന്തൊരു പ്രശ്നമാണെങ്കിലും പറയും, എന്ത് തലം മറിഞ്ഞാലും ഉമ്മ പറയും അത് സാരമില്ല, അത് റബ്ബ് വിധിച്ചതിന് അപ്പുറം ഒന്നും വരില്ല. അതാണ് ഇതൊക്കെ അല്ലേ പഴയ കാലത്തെ വല്യമാരതല്ലേ പറയും. അല്ലെ ഈമാൻ എത്രയാ, ഈമാനാണ് തവക്കുലല്ലേ അല്ലേ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതല്ലേ ഈമാൻ, തവക്കുൽ. എൻ്റെ ഉമ്മക്ക് നിറച്ച പാള്ള നിറച്ച ഒന്നും അറിയില്ല, ഖുർആനോ താൻ അറിയും, വിവരമില്ല. പക്ഷെ തവക്കുല നമുക്കൊക്കെ അറിയും. എന്തില്ല? തവക്കുല്ല.
അള്ളാഹു തആല അവരുടെ ബർക്കത്തും അവർക്ക് അള്ളാഹു കൊടുത്ത ആ ബർക്കത്തിൽ നിന്നും റഹ്മത്തിനും നമുക്കും അള്ളാഹു തആല ഇറക്കി തരട്ടെ. അള്ളാഹു അവരെ പോലെ അള്ളാഹു യഥാർത്ഥ മുഅ്മിനുകളായി മരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ربنا توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. കയ്യിൽ പൈസ ഉള്ളവർ ബുദ്ധിമുട്ടിയാലും ദാറുൽ ഖുർആനിലേക്ക് പൈസ കൊടുക്കരുത്. ദാറുൽ ഖുർആൻ ബുദ്ധിമുട്ടുള്ള സ്ഥാപനമല്ല എന്നതാണ് കാരണം. ബുദ്ധിമുട്ടിയൊന്നും ദാറുൽ ഖുർആനിൽ കൊടുക്കരുത്. ദാറുൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സ്ഥാപനമാണ്. അത് അള്ളാഹ് നടത്തിക്കോളും. അള്ളാഹ് വിചാരിച്ച് അന്ന് പൂട്ടും ചെയ്തോളും. എനിക്കത് പൂട്ടണമെന്നില്ല, നടത്തണമെന്നില്ല. നടക്കണം, അത്രയേ ഉള്ളൂ. പൂട്ടിയാൽ അൽഹംദുലില്ലാ, നടത്തിയാൽ അൽഹംദുലില്ലാ. പൂട്ടിയാലും ഹൈറാണ്, നടത്തിയാലും ഹൈറാണ്. ഒന്നുമില്ല, അത്രേ എനിക്കുള്ളൂ. ഞാൻ ശമ്പളക്കാരനല്ല. നടന്ന അള്ളാഹ്ക്ക് വേണ്ടി നടക്കണം, പൂട്ടിയാൽ അള്ളാഹ്ക്ക് വേണ്ടി പൂട്ടണം. അത്രയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് ഒരു ഉസ്താദും ഒരു കുട്ടിയും എനിക്ക് കണക്കില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്ത് കണ്ടോ അപ്പം ഞാനത് പൂട്ടും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഞമ്മക്ക് റബ്ബ് മതി. റബ്ബിനനുസരിച്ചുള്ള പഠിപ്പും അള്ളാഹു തആല എല്ലാവരെയും നന്നാക്കി തരട്ടെ. പക്ഷേ വെറുതെ സ്ഥാപനം നടത്തുന്ന ലക്ഷ്യം ദാറുൽ ഖുർആനിൽ ഇല്ല. ദാറുൽ ഖുർആൻ എൻ്റെ കണക്കണം. അള്ളാഹു തആല എൻ്റെ കാലത്ത് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം. എല്ലാവരും അവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവരും